യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നാൽപ്പത്തിരണ്ടിന്റെ 23. സോറി, യെസ് യെസ്. ഭാവി കാലത്തേക്ക് ആർ ശ്രദ്ധിച്ചു കേൾക്കും? നിങ്ങളിൽ ആർ അതിന് ചെവി കൊടുക്കും? ഭാവി കാലത്തേക്ക് ആർ ശ്രദ്ധിച്ച് കേൾക്കും? ഇന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഭാവി കാലത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനെ എതിർക്കുന്നവരുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് യെശയ്യാവിലൂടെ പറയുകയാണ്, ഭാവി കാലത്തേക്ക് ശ്രദ്ധിച്ച് കേൾക്കാനായി എത്ര പേർ തയ്യാറുണ്ട്? അപ്പോൾ ഭാവി കാലം എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് ഒറ്റ വാക്ക് ഞാൻ പറയാം, ശ്രദ്ധിക്കുക. എസ്കറ്റോളജി അഥവാ യുഗാന്ത്യശാസ്ത്രം, യുഗവിജ്ഞാനീയം, അന്ത്യകാര്യവിജ്ഞാനീയം, അന്ത്യകാല വിജ്ഞാനീയം എന്നിങ്ങനെ 6 മലയാളം പദങ്ങളാണ് ആ വാക്കിന് അർത്ഥവീക്ഷണം. അതനുസരിച്ച് വിശാലമായി പഠിക്കേണ്ട ഭാഗമാണ് ഇന്ന് നാളും നമ്മൾ ചിന്തിക്കുന്നത്. അതിലൊരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു, വരവ്. എത്ര പേർക്ക് സന്തോഷമുണ്ട് വരവ് എന്ന ഒരു വാക്ക് പഠിക്കാൻ? അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വിശാലത നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. ഭാവി കാലം ആരംഭിക്കുന്നത് കൃത്യമായി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി 26-23. ഭാവി കാലം ആരംഭിക്കുന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായി എഴുതിയ ഒരു വാക്യം അതാണ്. വായിച്ചാട്ടെ. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുദ്ധാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചമറിയിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവം മുതലാണ് യഥാർത്ഥത്തിൽ ഭാവികാല ചരിത്രം എന്ന് പറഞ്ഞാൽ വലിയ തെറ്റില്ല, അത് ഉൾക്കൊള്ളുന്നു. അപ്പൊ എവിടെ മുതൽ നമുക്ക് ആരംഭിക്കാം? സംഭവം എന്ന അടിസ്ഥാനത്തിൽ, ഒരു ഇവന്റ് എന്ന അടിസ്ഥാനത്തിൽ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവം മുതൽ ചിന്തിക്കാം. കാലങ്ങൾ അഥവാ യുഗങ്ങൾ എന്ന അടിസ്ഥാനത്തിൽ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അത് ചിന്തിക്കുകയാണെങ്കിൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 5 യുഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുക. 26 യുഗചരിത്രം പഠിക്കാനിടയായി, ഞാനിവിടെ അത് വിശദീകരിക്കുന്നില്ല. 26 പണ്ഡിതന്മാരുടെ യുഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്ന ബൈബിൾ പറയുന്ന പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയ 5 യുഗങ്ങളേ ഉള്ളൂ. അത് ഞാൻ പേര് പറയാം, നിങ്ങൾ എഴുതിയെടുത്തോളൂ. വാക്യം ഞാൻ പറഞ്ഞുതരാം, സ്പഷ്ടമായി എഴുതിയെടുത്തോളൂ. ആവർത്തനം 4:32. അവിടെ മോശ മുതൽ ആദാം മുതൽ മോശ വരെയാണ്. ആഡം ടു മോസസ്, ആദാം മുതൽ മോശ വരെ, അതാണ് പൂർവകാലം. ആൻഷ്യന്റ് ഡേയ്സ്, ഒന്നാമത്തെ കാലം ആഡം ടു മോസസ്. രണ്ടാമത്തെ കാലം അതേ സംബന്ധിച്ച് തന്നെ പൗലോസ് പറയുന്നുണ്ട്, എഴുതിക്കോളൂ, റോമർ 5:14, ആഡം ടു മോസസ് എന്ന കാലത്തെ കുറിച്ച്. രണ്ടാമത്തെ കാലം ബൈബിൾ പറയുന്നത് നിങ്ങൾ എടുക്കാം, ലൂക്കോസ് 16:16. പ്രൈസ് ഗോഡ്. ഞാൻ വായിപ്പിക്കാത്തത് ഇപ്പോൾ അതിന് ടൈം എടുക്കണ്ടല്ലോ, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. മോശ മുതൽ സ്നാപക യോഹന്നാൻ വരെ ന്യായ പ്രമാണകാലമാണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. മോസസ് ടു ജോൺ ദി ബാപ്റ്റിസ്റ്റ്, ന്യായപ്രമാണകാലം. ആമേൻ. മൂന്നാമത്തെ കാലം നമ്മുടെ യുഗമാണ്. നമ്മുടെ യുഗം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഓർക്കെ പറഞ്ഞേ, ഞാൻ എൻ്റെ കയ്യിൽ ആകെ 106 ബൈബിളേ ഉള്ളൂ. അതിലൊന്നിലും ഞാനത് കണ്ടില്ല. പിണങ്ങല്ലേ കേട്ടോ ഓഫീസിലോ. അതൊരു നല്ല പേരാണ്, പെറ്റ്നെയിമാണ്, വളരെ ബെസ്റ്റ് പേരാണ്. പക്ഷെ ബൈബിളിൽ എഴുതിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ബൈബിളിൽ എഴുതിയ യുഗം ഒന്ന് വായിക്കണം. എല്ലാവരും വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 6:2 ബൈബിളിൽ എഴുതിയ ആ കാലം ശ്രദ്ധിക്കാം. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. അടുത്തത്, ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം. ഒരു ആമേൻ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ഇപ്പോഴത്തെ കാലത്തിന്റെ പേര് സുപ്രസാദകാലം. അതിന് കൃപായുഗം എന്ന് വിളിച്ചാൽ തെറ്റൊന്നുമില്ല. അത് എഴുതിയിട്ടില്ലെന്നേ പറഞ്ഞുള്ളൂ. നമ്മൾ എത്രയോ പേരുകൾ വിളിക്കുന്നുണ്ടല്ലേ, നന്നായി ചേർത്ത് വിളിക്കുന്നത്, അതുകൊണ്ട് തെറ്റല്ല. പക്ഷെ നമുക്ക് ഉറക്കെ പറയാം, പൂർവകാലം, ന്യായപ്രമാണകാലം,
സുപ്രസാദകാലം. അടുത്ത കാലം എന്താണ്? നമ്മുടെ ഈ കാലം കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് പറഞ്ഞ് ഏത് യുഗമാണെന്ന്. കാച്ചിയ വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ പേടിക്കുമെന്ന് പറഞ്ഞ ഒരു വലിയ സ്ഥിതിയായി പോയോ എന്നൊരു പേടി. Praise God. അടുത്ത യുഗം മഹാകഷ്ടകാലമാണെന്നാ പറയുന്നത്. ബൈബിൾ സംബന്ധിച്ച അറിവ് അല്പം കുറവാണെന്ന് തോന്നുന്നു ആ പേരിട്ട ആൾക്ക്. അടുത്ത യുഗം കറക്റ്റ് നോക്കാം, എടുത്താട്ടെ. വെളിപ്പാട് 3:10 ശ്രദ്ധിച്ചു വായിക്കണേ. മത്തായി 24:29 അവിടെ കൂടെ വായിച്ച് നമുക്ക് നിർത്താം. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലം. തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു പോയിന്റ് ഞാനിവിടെ പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. 5 യുഗങ്ങളിൽ 3 യുഗങ്ങളിലും മഹാകഷ്ടമുണ്ട്. 1-ാം യുഗത്തിൽ മഹാകഷ്ടമുണ്ടെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. 2-ാം യുഗത്തിൽ മഹാകഷ്ടമുണ്ടെന്ന് എഴുതിയിരിക്കുന്നു. പക്ഷെ 3-ാം യുഗമായ നമ്മുടെ കാലത്ത് മഹാകഷ്ടമുണ്ടെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. തിലിപ്സിസ്റ്റീസ് മെക്കാലിസ് എന്ന് പറയുന്ന ബീഭത്സമായ കഷ്ടം നമ്മുടെ കാലത്ത് ഇല്ല, അഥവാ സുപ്രസാദ കാലത്ത് ഇല്ല എന്നറിയുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. നമ്മുടെ കാലത്തില്ല. എന്നാൽ പരീക്ഷാ കാലത്തിൽ വലിയ കഷ്ടം, മഹാകഷ്ടമുണ്ട്. ആ മഹാകഷ്ടമുള്ള പരീക്ഷാകാലമാണ് അടുത്ത യുഗം എന്നറിയുന്നവർ ഒന്നിച്ച് പറഞ്ഞേ. അപ്പൊ എത്ര യുഗങ്ങളാണ് നമ്മൾ ഇപ്പൊ ഇതുവരെ കണ്ടത്? ഉറക്കൊന്ന് പറഞ്ഞേ. പൂർവകാലം, ന്യായപ്രമാണകാലം, സുപ്രസാദകാലം, പരീക്ഷാകാലം. അടുത്ത കാലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വെളിപ്പാട് 20:4 മുതൽ 6 വരെ 1000 ആണ്ട്. നമ്മുടെ മലയാളം ബൈബിളിൽ 1000 ആണ്ട്. കത്തോലിക്കരുടെ ഒരു ബൈബിളിൽ സഹസ്രാബ്ദം. ഇത് രണ്ടും ബൈബിളിൽ എഴുതിയിട്ടുള്ളത് കൊണ്ട് ഈ 2 പേര് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? 5 യുഗങ്ങളിൽ എത്ര യുഗങ്ങളാണ്? എസ്കറ്റോളജി എന്ന കാര്യം ഒന്ന് പറഞ്ഞാലേ അടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. എസ്കറ്റോളജി അഥവാ ഭാവികാലം ആരംഭിച്ച് അവസാനിക്കുന്നത് എവിടെ? അത് 2 ഭാഗമായിട്ടാണ് ബൈബിൾ പറയുന്നത്. അന്ത്യകാര്യങ്ങൾ ആരംഭിക്കുന്നതും അന്ത്യകാലം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും 2 കാര്യങ്ങളാണ്. ഒന്നോടെ ഞാൻ എടുത്തു പറയാം. ഞാൻ പറയുന്നത് ബൈബിളിൽ നിന്നാണ്. അന്ത്യകാര്യങ്ങൾ ആരംഭിക്കുന്നതും അന്ത്യകാലം ആരംഭിക്കുന്നതും 2ആണ്. അന്ത്യകാര്യങ്ങൾ കാലങ്ങൾ തീർന്നാലും തുടരും. കാര്യങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ശ്രദ്ധിക്കുന്നുണ്ടോ? അന്ത്യകാര്യങ്ങൾ ഈ കാലങ്ങളെല്ലാം തീർന്നാലും തുടരും. കാലങ്ങൾ തീരും. വെളിപ്പാട് 10:6 ഇനി കാലമില്ല. 5 യുഗങ്ങൾ കഴിയുമ്പോൾ കാലങ്ങളെല്ലാം തീരും. പക്ഷേ അന്ത്യകാര്യങ്ങൾ തീരില്ല എന്നറിയുന്നവർ എത്ര പേരുണ്ട്? അവിടെയാണ് നമ്മുടെ ശുഭപ്രതീക്ഷ. അങ്ങനെ വലിയ പ്രതീക്ഷയുള്ളവർ എത്ര പേരുണ്ട്? ലോകം തീർന്നാലും കാലങ്ങൾ തീർന്നാലും എന്റെ പ്രത്യാശ തീരുകയില്ല. പ്രത്യാശ പുരുഷനോടുകൂടെ ഒരു നിത്യത മുഴുവൻ ഞങ്ങൾ ചെലവഴിക്കുമെന്ന് ഉറപ്പുള്ളവരെല്ലാം കൈ അടിച്ചോ കരമുയർത്തിയോ ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഞാനൊരു ചെറിയ മുഖവുര പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ശരിയായ അർത്ഥം ഗ്രാഹ്യമാകാതെ പോകും. അതുകൊണ്ട് ഒന്നിച്ച് നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യുഗങ്ങൾ 5 ആണ്. പണ്ഡിതന്മാർ 15 യുഗങ്ങളുടെ പേര് വരെ പറഞ്ഞിട്ടുണ്ട്. വിരോധമില്ല എനിക്ക്. അത് നല്ല പേരുകളൊക്കെ കൊണ്ടു നടക്കാം, ആ പഠനവും കൊണ്ടു നടക്കാം. പക്ഷേ ബൈബിളിൽ നിന്ന് നേരിട്ട് തെളിയിക്കാവുന്ന 5 യുഗങ്ങളാണ്. ഇതിൽ അന്ത്യകാര്യം എന്ന് പറയുന്നതും അന്ത്യകാലങ്ങൾ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. അന്ത്യകാലം എന്ന് പറയുമ്പോൾ അത് ആരംഭിക്കുന്നത് പെന്തക്കോസ്ത് നാൾ മുതലാണെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി? ആ കാലങ്ങൾ 3ആണ്. അന്ത്യകാലം അഥവാ എസ്കറ്റോളജിയിലെ കാലം 3 യുഗങ്ങൾ അടങ്ങിയതാണ്. അതേത് യുഗങ്ങളൊക്കെയാ? കൃത്യമായി നമുക്കൊന്ന് പറയാം. സുപ്രസാദകാലം, പരീക്ഷാകാലം, 1000 ആണ്ട്. നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഭാഗം പറഞ്ഞു നിർത്തുന്നത്. അങ്ങനെയെങ്കിൽ 3 യുഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അന്ത്യകാലം. പ്രൈസ് ദി ലോർഡ്. അതാണ് ഭാവി കാലം. ആ കാലത്തിൽ പെട്ടവരാണ് നമ്മൾ എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ഭാവി കാലത്തിൽ ഉൾക്കൊണ്ട ആളുകളാണ് നമ്മൾ എന്ന് പറയുന്നവർ
കൈയൊന്നുയർത്തി ശക്തമായി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. അന്ത്യകാലം എന്ന് പറയുന്ന 3 യുഗങ്ങളിൽ പ്രൈസ് ദി ലോർഡ് നമ്മുടെ കാലം തീരാറായി. ഇനി നമുക്ക് ഭാവി കാലം എന്ന് പറയുന്നത് നമ്മുടെ കാലത്തിന്റെ നല്ലൊരു ഭാഗം അവസാനിച്ചു. ഇനി നമ്മുടെ മുമ്പിലുള്ള ഭാവി കാലം 2 യുഗങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അതേതൊക്കെയാണ് 2 യുഗങ്ങൾ? പേര് പറഞ്ഞ ബൈബിളിലെ പരീക്ഷാകാലവും 1000 ആണ്ടും. ഇത്രയും കാര്യം ഞാൻ എടുത്തു പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ഒരു മൊഴിയിലെ അകത്തേക്ക് ഇറങ്ങാനുള്ള പാത വെട്ടുകയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാം ബൈബിളിലെ ദിവസങ്ങളെ കുറിച്ചുള്ള പഠനം. ദിവസങ്ങൾ എല്ലാവർക്കും അറിയാം അല്ലേ? എന്നാൽ കർത്താവ് പറഞ്ഞ വാക്ക് യോഹന്നാൻ 6:39-40 വാക്യങ്ങളിൽ കാണാം. യോഹന്നാൻ 6:39-40 വാക്യങ്ങളിൽ കാണാം. വായിച്ചാട്ടെ. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം. ദിവസങ്ങൾ എന്ന പദം വ്യത്യസ്ത രീതിയിലാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. 40ഓളം പ്രയോഗങ്ങൾ കൃത്യമായി ഞാൻ ഈ ലാപ്ടോപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അടിസ്ഥാനപരമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മറുപടി ദൈവം അനുവദിച്ചാൽ നമുക്ക് പകലിരുന്ന് വേണമെങ്കിൽ പറയാം ചോദ്യത്തിന്റെ മറുപടി. നാളെ എനിക്ക് പകൽ 2 ക്ലാസ് ഉണ്ട്. അത് വേറെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പറയാം അല്ലേ? ഇവിടെ ഒരു ചോദ്യം ഞാൻ പറയുന്നു. ചോദ്യം ഇതാണ്: ഒടുക്കത്തെ നാൾ എന്നാൽ എന്താണ്? അതിൽ ഉൾക്കൊണ്ടത് എന്താണ്? ബൈബിൾ പറഞ്ഞ, യേശു പറഞ്ഞ മൊഴി അനുസരിച്ച് ഒടുക്കത്തെ നാൾ 2 യുഗങ്ങൾ അടങ്ങിയതാണ്. അതേത് 2 യുഗങ്ങൾ? ഒടുക്കത്തെ നാൾ പരീക്ഷാകാലവും 1000 ആണ്ടും. 2 യുഗങ്ങൾ അടങ്ങിയ ഒടുക്കത്തെ നാൾ എന്നത് യെശയ്യാവ് മുതൽ 16 പ്രവചന ഗ്രന്ഥങ്ങളിൽ എഴുതിയ യഹോവയുടെ ദിവസം അഥവാ കർത്താവിന്റെ ദിവസമാണ്. ആമേൻ. അപ്പൊ ഒടുക്കത്തെ നാളിന് പ്രവാചകൻ കൊടുത്ത പേര് യഹോവയുടെ ദിവസം. ഒരു പ്രവാചകനല്ല, യേശു ക്രിസ്തു നൽകിയ പേര്, അല്ലെങ്കിൽ പൗലോസ് എഴുതിയ പേര്, പത്രോസ് ഉച്ചരിച്ച പേര് കർത്താവിന്റെ ദിവസം. ഈ 2 വാക്ക് നിങ്ങളുടെ ഓർമ്മയിലിരിക്കണം. നമ്മൾ പഠിക്കുന്ന ഒടുക്കത്തെ നാൾ എന്താണ്? ഉറക്കെ പറഞ്ഞേ. യഹോവയുടെ ദിവസം അഥവാ കർത്താവിന്റെ ദിവസമാണ്. അതിൽ എത്ര യുഗങ്ങൾ ഉൾക്കൊള്ളുന്നു? സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ഇനി എഫേസ്യ ലേഖനം ഒന്ന് എടുത്തേ എല്ലാവരും. 2-ാം അധ്യായം അതിന്റെ 6 മുതൽ 8 വരെ വായിക്കുന്നതാണ് ഉത്തമം. ഒന്ന് വായിക്കാൻ പറ്റുമോ ആരെങ്കിലും ഒരാൾ? ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്. വരും കാലങ്ങളിൽ കാണിക്കുക. ഒന്ന് വളരെ ചിന്തിച്ച് വായിക്കുക. വരും കാലങ്ങളിൽ കാണിക്കുക. എല്ലാവരും കൂടി ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. വരും കാലങ്ങളിൽ. നമ്മുടെ മുമ്പിൽ ഇനി വരും കാലങ്ങൾ എത്രയാ? 2. വെരി ഗുഡ്. അതേതൊക്കെയാണ്? പരീക്ഷാകാലവും 1000 ആണ്ടുമാണ്. അപ്പൊ വരും യുഗങ്ങളിൽ നമ്മളെ വാത്സല്യ ധനത്തിന്റെ, കൃപയുടെ അത്യന്ത ധനത്തിന്റെ പ്രദർശനശാലയാക്കാൻ, എക്സിബിഷൻ സ്റ്റോളാക്കാൻ എന്റെ കർത്താവ് തീരുമാനിച്ചിരിക്കുക. അതിൽ അന്ന് ദൈവം നമ്മെ പ്രദർശിപ്പിക്കണമെന്ന് സത്യത്തിൽ ആഗ്രഹിക്കുന്നവർ കൈയൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? അങ്ങനെ വന്നു ചേരാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? രക്ഷിക്കപ്പെട്ടിരിക്കണം, സ്നാനപ്പെട്ടിരിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കണം, ക്രിസ്തുവിൽ ജീവിക്കണം, വിശുദ്ധിയോടെ ജീവിക്കണം, പ്രമാണങ്ങൾ അനുസരിക്കണം. അങ്ങനെയെങ്കിൽ ബൈബിൾ പറയുന്നു, വരും യുഗങ്ങളിൽ നിങ്ങളെ പ്രദർശിപ്പിക്കുന്ന സമയമാണ് യഹോവയുടെ ദിവസമായ 2 യുഗങ്ങൾ. ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? ശക്തമായൊരു ഹല്ലേലൂയ പറയാമോ? ഒരു പ്രാവശ്യം കൂടെ. ഇവിടെ ഒന്നുകൂടെ എടുത്തു പറയുകയാണ്. വരും യുഗങ്ങൾ 2 ഈ ബൈബിൾ എഴുതിയിരിക്കുന്നത്. അത് പരീക്ഷാകാലമാണ്. 1000 ആണ്ട് ചേർന്ന യഹോവയുടെ ദിവസം അഥവാ കർത്താവിന്റെ ദിവസമാണ്. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കണം ബൈബിളിൽ എത്ര കാര്യങ്ങളാണ് ഇനി ചരിത്രത്തിൽ വെളിപ്പെടാനുള്ളത്, വരാനുള്ളത്. ഞാൻ ഇനി പറയുന്ന കാര്യം നന്നായി ശ്രദ്ധിക്കുക. എത്ര കാര്യങ്ങളാണ് ഇനി ചരിത്രത്തിൽ വെളിപ്പെടാനുള്ളത്, വരാനുള്ളത്.
അതിലൊരു കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞ യേശുവിന്റെ വരവ്. യേശുവിന്റെ വരവ്, അരുമനാഥന്റെ വരവ് അടുത്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് എത്രയോ പേരെ നെടുവീർപ്പിട്ട് കരയുന്ന സംഭവ ബഹുലമായ ഈ ലോകത്തിൽ, അല്ലേ? അങ്ങനെയെങ്കിൽ അത് കാത്തിരിക്കുന്നവർ എത്ര പേരുണ്ട്? നമ്മുടെ അരുമനാഥന്റെ വരവ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവർ ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചെന്ന് പറയാം. നാഥ, അത് ഞങ്ങളുടെ പ്രതീക്ഷയാണ്. അവിടെ ഒരു കുത്തിട്ട് ഞാൻ തൽക്കാലം നിർത്തട്ടെ. എന്നാൽ വരുന്ന കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് പഠിക്കുന്നവർക്ക് 20 കാര്യങ്ങളാണ് ഇനി പ്രത്യക്ഷപ്പെടാനുള്ളത്. മൈ ലോർഡ്, എത്ര കാര്യങ്ങള്? 20 കാര്യങ്ങളാണ്. ഇപ്പൊ എന്റെ മുമ്പിലുള്ള സമയം ഇതിനൊന്നിനും പോരാ എന്നതറിയുക. പക്ഷെ മുഖവരി അറിഞ്ഞില്ലെങ്കിൽ ബൈബിളിന്റെ വലുപ്പം നിങ്ങൾ അറിയില്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ എത്ര അടയാളങ്ങൾ 20 കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ബൈബിളിലുണ്ട്? നിങ്ങളുടെ അറിവിൽ എത്ര അടയാളങ്ങളുണ്ട്? അറിയണ്ടേ? 77 അടയാളങ്ങൾ 20 കാര്യങ്ങൾ വരുന്നതിനോട് ബന്ധപ്പെട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഒരു ആദ്യമായിട്ടായിരിക്കും നിങ്ങളിത് കേൾക്കുന്നത്. എന്നാലും വിരോധമില്ല. ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കുറെ കൂടി ആഴത്തിൽ മനസ്സിലാകും. ശ്രദ്ധിച്ചാട്ടെ, 2 ഭാഗം നമുക്ക് ഒന്നിച്ച് ഈ കാര്യത്തോട് ബന്ധപ്പെട്ട് എടുക്കണം. അറിയുന്ന ഭാഗം എടുത്താട്ടെ. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം 32-ാം വാക്യം ഒരുമിച്ച് വായിക്കണം. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരയണം എന്ന് അപേക്ഷിച്ചു. ഒരു ശിഷ്യൻ വഴിയാത്രയിൽ ചോദിച്ച ചോദ്യം. അതിനെ തുടർന്ന് 4 പേര് ഒലിവുമലയിൽ ചെന്നിരുന്ന് ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ. ഞാൻ പറയുന്നത് കേൾക്കുക. ഒരു ശിഷ്യൻ വഴിയാത്രയിൽ ചോദിച്ച ചോദ്യം മാർക്കോസിൽ കാണാം. 4 പേര് ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ 3 ചോദ്യങ്ങൾ ചോദിച്ചു. ആ 3 ചോദ്യങ്ങളാണ് ഇവിടെ. അത് ദൈവാലയത്തിന്റെ നാശം എപ്പോൾ സംഭവിക്കും? 2 പറഞ്ഞേ. നിന്റെ വരവിന്റെ. 3 ലോകാവസാനത്തിന്റെ. അവിടെ ലോകാവസാനം എന്നല്ല, അത് സമയമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. യുഗാവസാനത്തിന്റെ എന്നാണ് ശരി. പ്രൈസ് ഗോഡ്. ഈ കാര്യം ഇവിടെ ഇരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ.സി. ജോൺ അവർ ഇവിടെ വെച്ച് പ്രസംഗിച്ചത്, റെക്കോർഡ് ചെയ്തത് ഞാൻ നേരിട്ട് കേട്ട ആളാണ്. ഇവിടെ ആരും ഇല്ലയോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ചർച്ചിൽ ഇടയ്ക്ക് വരാറുണ്ട്. ഞാൻ പഠിക്കാൻ കുറച്ചധികം സമയമെടുക്കും, പഠിപ്പിക്കാൻ സമയമെടുക്കുന്നുണ്ട്. റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ ചർച്ച വിസിറ്റ് ചെയ്യുന്നേ. ആർക്കും മനസ്സിലായിട്ടില്ല അല്ലേ? പ്രൈസ് ലോർഡ്. പാസ്റ്റർ കെ.സിയുടെ പ്രസംഗം ഉണ്ടോ എന്ന് ആദ്യം നോക്കും ഞാൻ. ഉണ്ടെങ്കിൽ അത് എൻ്റെ വിശ്രമവേളയിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ പ്രസംഗം മുഴുവൻ കേൾക്കും. അതുകൊണ്ട് മിക്കവാറും പ്രസംഗങ്ങൾ പാസ്റ്റർ കെ.സി. ജോൺ അവരുടെ കേട്ട ആളായതുകൊണ്ട് നിർണയത്തിലാ പറയുന്നത്. ഈ 3 കാര്യങ്ങൾ ദൈവദാസൻ പ്രസംഗിച്ചത് നമുക്ക് യൂട്യൂബിൽ കാണാം. ആ 3 കാര്യങ്ങൾ പറഞ്ഞതിന്റെ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. എടുക്കാം. 32-ാം വാക്യം മാത്രം വായിച്ചിട്ട് ഒരു കാര്യം വായിക്കാം. അടുത്തത്, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. ഇവിടെ പറയുന്നത് അത്തിയെ നോക്കിയെന്ന. അത്തിയെ നോക്കി. എന്റെ കൂടെ നിങ്ങൾ ഒന്നിച്ചു വരണമെന്ന് വീണ്ടും ഞാൻ പറയുകയാണ്. 5 വിധ ഉപമകളാണ് അത്തിയെക്കുറിച്ച് ബൈബിൾ പറയുന്നത്. 5 വിധ ഉപമകൾ. അത്തിയെക്കുറിച്ച് 5 വിധ ഉപമകളാണ്. അതിലിവിടെ പറയുമ്പോൾ അത്തിയെ നോക്കി നിങ്ങൾ ഉപമ പഠിപ്പീൻ. അതിന്റെ റീസൺ അതിനോട് ബന്ധപ്പെട്ട് ചില അധ്യായങ്ങളിലുണ്ട്. ദൈവം അനുവദിച്ചാൽ പിന്നീട് പറയാം. ആ ഉപമ പറയുന്നതിന്റെ ലക്ഷ്യം എന്താണ്? വായിക്കാം. 33-ാം വാക്യം. ദയവായി എല്ലാവരും ശ്രദ്ധിച്ചു വായിക്കാം. 33. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിക്കൽ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളു. തളിർക്കുന്നത് കാണുമ്പോൾ അവൻ അടുക്കലെത്തിയെന്ന ഒന്നാമത്തെ വിഷയം ശ്രദ്ധിക്കാൻ ഞാൻ പറയുന്നത്. അത്തി തളിർക്കുന്നത് കാണുമ്പോൾ അവൻ അടുക്കൽ വന്നു. അതിന്റെ അടയാളങ്ങൾ വേറെയാണ്. നിർത്തി പറയാം, എഴുതിയെടുത്തോളൂ. അത്തി തളിർക്കുമ്പോൾ അവൻ അടുക്കുന്നു. അതിന്റെ അടയാളങ്ങൾ വേറെയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ
ലൂക്കോസ് 21 പറയുന്ന കാര്യം ഇതല്ല. നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചു നോക്കിയാൽ ലൂക്കോസ് 21 അതിന്റെ 29 വാക്യം മുതൽ ദയവായി എല്ലാവരും ശ്രദ്ധിക്കുക. ദൈവദാസരെ വായിക്കുമ്പോൾ നിർത്തി ഒന്ന് വായിച്ചോളൂ, ആ കാര്യങ്ങൾ തെളിവായി വരാൻ വേണ്ടി വായിച്ചോളൂ. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ. അവിടെ അത്തി മാത്രമാണ്, അതിനെ നോക്കി ഉപമ പഠിപ്പിക്കും. അതിന്റെ റീസൺ എന്താ? തല ഉയർത്തി നോക്ക്, അവൻ വാതുക്കലായി. അവിടെ പറഞ്ഞ അത്തിയെ കുറിച്ചുള്ള ഉപമ യേശുവിന്റെ വരവിന്റെ അടയാളമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞത് അത്തി മുതലായ വൃക്ഷങ്ങളെ നോക്ക്, അത് വരവിന്റെ അടയാളമല്ല. സ്തോത്രം. താഴോട്ട് വായിച്ചു നോക്കി നിങ്ങൾ അതിന്റെ 31 വാക്യം വരെ വായിക്കൂ. അവ തളിർക്കുന്നത്, അവ തളിർക്കുന്നത്, അവിടെ അത്തിയല്ല, അവ തളിർക്കുന്നത് കാണുമ്പോൾ, നിങ്ങൾ മുതലായ വൃക്ഷങ്ങൾ തളിർക്കുന്നത് കാണുമ്പോൾ. മത്തായി 24 അത്തി മാത്രം തളിർക്കുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ അതല്ല, അവ തളിർക്കുന്നത് കാണുമ്പോൾ. ലക്ഷ്യം എന്താ? വായിച്ചേ. വേനൽ അടുത്തിരിക്കുന്നെന്ന് സ്വതവേ അറിയുന്നുവല്ലോ. അവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു. ദൈവരാജ്യം വരുമ്പോൾ അടയാളമാണ്. ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ്. അത്തി തളിർക്കുന്നത് കാണുമ്പോൾ യേശുവിന്റെ വരവിന്റെ അടയാളങ്ങൾ നോക്കാം. അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം വരുന്നതിന്റെ അടയാളങ്ങൾ കാണാം. ഇത് മനസ്സിലായെങ്കിൽ, കുറെ കൂടെ എളുപ്പമായെങ്കിൽ എന്റെ പഠനം വളരെ സൗകര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഇത് വെച്ചുകൊണ്ട് ഞാനൊരു ചെറിയ ഡിവിഷൻ പറഞ്ഞുതരാം. ഇത് മാത്രമല്ല, ഉള്ളിലേക്ക് അടക്കാനുണ്ട്. ഇങ്ങോട്ട് നോക്കിയല്ലേ വരും. ഇനി വരാനുള്ള എത്ര കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ വെളിപ്പെടാനുള്ള 20 കാര്യങ്ങൾ ഓർക്കെ പറഞ്ഞേ. അതിൽ 17 കാര്യങ്ങൾ ഈ പ്രപഞ്ചം നിലനിൽക്കുമ്പോൾ വരാനുള്ളതാണ്. 17 കാര്യങ്ങൾ ഇനി ഈ പ്രപഞ്ചം നിലനിൽക്കുമ്പോൾ തന്നെ വരാനുള്ള കാര്യങ്ങളാണ്. എന്നാൽ 3 കാര്യങ്ങൾ പ്രപഞ്ചം കത്തി തീർന്ന ശേഷം വരാനുള്ള കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ അതിന്റെ അടയാളങ്ങൾ ഓരോന്നും പഠിച്ചാൽ കൃത്യമായി ഗ്രഹിക്കുക. 77 അടയാളങ്ങൾ കാണാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ ഒരു വലിയ പാഠഭാഗമാണ്. അതിന്റെ മുഖവുര പറയാനേ ഇപ്പൊ പറ്റുള്ളൂ. എങ്കിലും ആ മുഖവുര കിട്ടിയാൽ വിജ്ഞാന തൃഷ്ണയുള്ള നിങ്ങൾ, വിജ്ഞാന പീഠം ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ നിന്ന് വിജ്ഞാനി വ്യസനികളായ നിങ്ങൾക്ക് അത് വളരെയേറെ എടുക്കാൻ കഴിയുമെന്ന് ഗ്രാഹ്യമായതുകൊണ്ടാണ് അല്പം ഉയർന്ന ചിന്തകൾ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ ഇപ്പോൾ കൈമാറുന്നത്. ആമേൻ. അപ്പൊ സാധാരണക്കാരന് മനസ്സിലാകാവുന്ന രീതിയിൽ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 3ാമത്തെ യുഗത്തിന്റെ കാലത്താണ്. നമ്മുടെ യുഗത്തിന്റെ പേരെന്താണ്? വെരി ഗുഡ്. സുപ്രസാദ കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ കാലം അന്ത്യകാലത്തിലെ 3 യുഗങ്ങളിൽ ആദ്യ യുഗമാണ്. അന്ത്യകാലത്തിലെ 3 യുഗങ്ങളിൽ ആദ്യത്തെ യുഗമാണ് സുപ്രസാദ കാലം. ഈ കാലം തീരാൻ പോവുക. ഈ കാലം തീരുമ്പോഴാണ് വരുന്നത് യഹോവയുടെ ദിവസം. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ നമുക്ക്? ഈ കാലം തീരുമ്പോഴാണ് യഹോവയുടെ ദിവസം വരുന്നത്. ഇത് പഠിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ബൈബിളിലെ പ്രവചനങ്ങളെ കുറിച്ചുള്ള ശരിയായ അറിവ് വരും. 1817 പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്. 1817 പ്രവചനങ്ങളും പഠിക്കാൻ ഒരു അവസരം ദൈവം എനിക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഭാഗ്യകാലമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. 20 വർഷം എടുത്തതേ ഉള്ളൂ. ഒരു ആമേൻ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ഒരു നല്ല ഹല്ലേലൂയ പറയാൻ എത്ര പേരുണ്ട്? ഒരു പ്രാവശ്യം കൊണ്ട് നമുക്ക് പറയാമോ? ഇതിനകത്ത് എഴുതിയിരിക്കുന്ന പ്രവചനങ്ങളൊക്കെ കാണാനൊരു കാഴ്ച, അതിനൊരു വലിയ കണ്ണ്, അതിന് വലിയൊരു ആഗ്രഹം, അദമ്യമായ ആഗ്രഹം ദൈവം എനിക്ക് തരണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്നിച്ച് കൈയൊന്ന് ഉയർത്തി പ്രാർത്ഥിക്കും. ദൈവമേ, ഒരു വലിയ പ്രത്യാശയുടെ ദർശനം, കാഴ്ചപ്പാട് എനിക്ക് തരണം, അങ്ങനെ ഒരു വിഷൻ തരണം എന്നുള്ളവരെല്ലാം ഒന്നിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ഒരു പ്രാവശ്യം കൂടെ
ഇവിടെ ഒരു മിനിറ്റ് കൂടെ ഞാൻ നിങ്ങളുടെ നിൽക്കുകയാണ്. ഇനി വരാനുള്ള കാര്യങ്ങൾ ആകെ 20 കാര്യങ്ങളാണ്. അതിന് എത്രയായിട്ട് നമ്മൾ തിരിച്ചു? 2 ഭാഗമായി തിരിച്ചു. എത്രയായിട്ട് തിരിച്ചു? 2 ഭാഗങ്ങൾ. അതിനാദ്യം വരുന്നത് എന്താണ്? പരീക്ഷകാലം. 17 കാര്യങ്ങൾ. കേൾക്കണം. ഇനി വരാനുള്ളത് 20 കാര്യങ്ങളാണ്. അതിൽ ആദ്യം വരുന്നത് 17 കാര്യങ്ങളാണ്. അതെപ്പോൾ? ഈ പ്രപഞ്ചം നിലനിൽക്കുമ്പോൾ വരേണ്ട 17 കാര്യങ്ങൾ. ഒന്നിച്ച് പറഞ്ഞെല്ലാവരും, ഈ പ്രപഞ്ചം നിലനിൽക്കുമ്പോൾ വരേണ്ട കാര്യങ്ങളാണ് 17 കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഞാൻ 17 സംഭവങ്ങൾ എന്നല്ല പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. പരീക്ഷാകാലത്തിൽ മാത്രം 72 സംഭവങ്ങൾ വരുന്നുണ്ട്, അത് വേറെ. ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ 20 കാര്യങ്ങൾ ഇനി വരാനുണ്ട്. അത് 2 ഭാഗമായി തിരിക്കാം. ഈ പ്രപഞ്ചം കത്തി തീരുന്നത് വരെ ഉള്ള കാലമാണ്. ഈ പ്രപഞ്ചം നിലനിൽക്കുമ്പോഴുള്ള കാലമാണ്. ആ കാലത്തിൽ എത്ര കാര്യങ്ങൾ വരാനുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തത്, ഈ പ്രപഞ്ചം കത്തി തീർന്നാൽ വരാനുള്ളത് 3 കാര്യങ്ങളാണ്. അങ്ങനെ 20 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ആ 20 കാര്യങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക, 3 കാര്യങ്ങൾ ഒരുമിച്ച് വരാൻ പോകുന്നു. എല്ലാവരും കൂടി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് തർക്കങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ. മിഡ് ട്രിബുലേഷൻ ആണോ, ഗ്രേറ്റ് ട്രിബുലേഷൻ, അത് പ്രീ ആണോ? മിഡ് 4 ആശയങ്ങളാ, അതിലേതാണ്? പ്രീ തന്നെ ഒത്തിരി ആശയങ്ങളാ, അതിലേതാണ്? പിന്നെ പോസ്റ്റ് ഉണ്ട്, പോസ്റ്റും തന്നെ ഒത്തിരി ആശയങ്ങളാ, അതിലേതാണ്? ഭയങ്കര തർക്കമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൈവാസൻ ഒരു വലിയ പ്രഖ്യാപനം പറഞ്ഞു. പാസ്റ്റർ കെ.ഒ. തോമസിന്റെ യുഗങ്ങളുടെ പഠനം വിസ്താരം ചെയ്യാൻ പോകുന്നത്, ന്യായവിസ്താരം ചെയ്യാൻ പോകുന്നത്. എനിക്ക് വളരെ സന്തോഷമായി. കാരണം എന്നെ വിസ്താരം ചെയ്യുമ്പോൾ എനിക്ക് കാര്യങ്ങൾ പഠിക്കാലോ. പക്ഷെ വിസ്താരം ചെയ്യാൻ എന്നെ വിളിച്ചില്ല, ഇതുവരെ അത് നടത്തിയില്ല. കൊല്ലം 4 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. എനിക്ക് സന്തോഷമായി. ഞാൻ ചോദിച്ചു, എന്റെ പൊന്നുമോനെ, നീ എത്ര യുഗങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്? 2 യുഗങ്ങൾ സാറേ, വലിയ ഗൗരവത്തിൽ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ലാപ്ടോപ്പിൽ നിന്ന് ഒരു പവർ പോയിന്റ് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ മോൻ? ഇല്ല സാറേ. പിന്നെ എന്തടിസ്ഥാനത്തിലെ ന്യായവിസ്താരം ചെയ്യാൻ വരുന്നത്? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ അറിയണം, നമ്മൾ യൂട്യൂബിൽ കയറി വലിയ വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോൾ അടിസ്ഥാനപരമാണോ എന്ന കാര്യം അന്വേഷിക്കണം. ആമേൻ, ആമേൻ. അപ്പൊ ചഞ്ചലപ്പെടേണ്ടി വരികയില്ല എന്നറിയുന്നവർ എത്ര പേരോട് ഇരിപ്പുണ്ട്? അടിസ്ഥാനപരമാണെന്ന് അന്വേഷിക്കാൻ ബൈബിൾ നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളതിനാൽ നമുക്ക് സന്തോഷത്തോടെ പറയാം, ഇത്ര വലിയ ബൈബിൾ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ മുഖവരിയുടെ അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. 20 കാര്യങ്ങൾ വരുന്നു. അത് 2 ഭാഗമായിട്ട് വരുന്നത്. 17 കാര്യങ്ങൾ ഈ പ്രപഞ്ചം കത്തി തീരുന്നതിനുള്ളിൽ ഇവിടെ വരും. അത് കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ വരും. ഇനി കേൾക്കുക, കള്ളൻ വരുന്നത് പോലെ 2 കാര്യങ്ങൾ വരും. ഒന്ന് പറഞ്ഞല്ലേ, ഒരു കള്ളൻ വരുന്ന പോലെ. അത് 2 ഒന്ന് വായിച്ചിട്ട് നമുക്ക് തുടങ്ങാം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം. അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചാൽ. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവർ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. അടുത്തത്, ഞാൻ കള്ളനെ പോലെ വരും. ആരാ കള്ളനെ പോലെ വരുന്നേ? ഞാൻ, കർത്താവ്. വെളിപ്പാട് പുസ്തകത്തിൽ തുടക്കത്തിൽ തന്നെയുണ്ടല്ലോ, യേശു കർത്താവായി പറയുന്നേ. അപ്പൊ കള്ളനെ പോലെ വരുന്ന ആരാണ്? നമ്മുടെ യേശു കർത്താവാണ്. എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ടല്ലോ. പോരാ, 2 പത്രോസ് എടുത്ത് കള്ളനെ പോലെ വരുന്ന കാര്യം. അടുത്തത് 3-ാം അധ്യായം 10-ാം വാക്യം വായിക്കും. ഇപ്പോൾ പറയുന്ന കാര്യം ഒന്ന് ആവർത്തിക്കും, നിങ്ങൾക്ക് വേഗം എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി വായിച്ചാൽ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. മതിയല്ലോ മോനെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എത്ര കാര്യങ്ങളാ കള്ളനെ പോലെ വരുന്നത്? ഏതൊക്കെയാണെന്ന് ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറയൂ. കർത്താവ് വരുന്നു കള്ളനെ പോലെ. 2, കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരുന്നു. അപ്പൊ കർത്താവിന്റെ ദിവസം ചരിത്രത്തിലേക്ക് ആഗമിക്കുമ്പോൾ ലോകം അറിയില്ല എന്നറിയുന്നവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ഇത് നിങ്ങൾ
ഒന്ന് അടിവരയിട്ട് എഴുതണം. നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നതിന്റെ അടിസ്ഥാന കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. 2 കാര്യങ്ങൾ കള്ളനെ പോലെ വരും. ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഏതൊക്കെയാണ്? ഉറക്കെ പറയാട്ടോ. എന്റെ കർത്താവ് വരുന്നത് കള്ളനെ പോലെ. കള്ളനെ പോലെ. 2, കർത്താവിന്റെ ദിവസം വരുന്നത് കള്ളനെ പോലെയാണ്. ആമേൻ. അപ്പൊ ഇത് രണ്ടും വരുമ്പോൾ ലോകം അറിയില്ല എന്ന് മനസ്സിലാക്കുന്നവർ എത്ര പേരുണ്ട്? അപ്പൊ ഈ കർത്താവിന്റെ ദിവസത്തെ കുറിച്ച് കൃത്യമായ അറിവുണ്ടെങ്കിലേ അടയാളങ്ങൾ വിഷയം സംബന്ധിച്ച് ബോധ്യപ്പെടുകയുള്ളൂ. അത് ഞാൻ ഉറക്കെ പറയുകയാണ്. അടയാളങ്ങൾ പറയുമ്പോൾ പലരും കർത്താവിന്റെ ദിവസം വരുന്ന അടയാളങ്ങൾ, യേശുവിന്റെ വരവിന്റെ അടയാളങ്ങൾ, കർത്താവിന്റെ ദിവസം അവസാനിക്കുമ്പോൾ അടയാളങ്ങൾ, അങ്ങനെ ഒത്തിരിയായിട്ട് തിരിക്കാനുണ്ട്. ദൈവരാജ്യം വരുമ്പോൾ അടയാളങ്ങൾ, ഇതെല്ലാം ഒന്നായി പഠിപ്പിക്കുന്നത് കൊണ്ട് കോൺട്രവേഴ്സിയാണ്. ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഈസിയായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എന്റെ കൂടെ കുറച്ചു നേരം ഒന്ന് വരണം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ കഴിയും കേട്ടോ. ഒരു പ്രാവശ്യം കൂടെ പറയുന്നു. കർത്താവിന്റെ ദിവസം വരുമ്പോൾ അടയാളങ്ങൾ വേറെ, അവസാനിക്കുമ്പോൾ അടയാളങ്ങൾ വേറെ. യേശുവിന്റെ വരവിന്റെ അടയാളങ്ങൾ വേറെ. യേശുവിന്റെ വരവ് തന്നെ എത്ര സ്ഥലത്ത് വരുന്നുണ്ടെന്നൊന്ന് പറയാമോ നിങ്ങൾക്ക്? ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചത്. യേശു കർത്താവ് എത്ര സ്ഥലത്ത് ഇനി വരും? എത്ര സ്ഥലത്ത്? എവിടെയാണെന്നല്ല, എത്ര സ്ഥലത്ത് വരും? എത്ര എന്നാ ചോദ്യം. ഞാൻ ഒരു കുഞ്ഞ് അധ്യാപകനായതുകൊണ്ട് ചോദ്യത്തിന്റെ ഉത്തരം കിട്ടാൻ വേണ്ടി കൊതിക്കുന്നു. എത്ര സ്ഥലത്ത്? ഒന്ന് വിരലൊരുത്തിയ നിങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത്. ആ ബ്രദർ ഭംഗിയായിട്ട് അനുസരിച്ചു. 2 സ്ഥലത്തെന്നാ പറഞ്ഞു. എന്റെ അറിവിൽ 2 അല്ല 5 സ്ഥലത്താണ്. അതിന്റെ അടയാളങ്ങൾ വേറെയാണ്. ഇവിടെ എല്ലാവരും ഉണ്ടോ? ഇത് കൃത്യമായി പഠിച്ചു വരുമ്പോൾ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുകയാണ്. വെളുപ്പിന് എഴുന്നേറ്റ് യേശുവുമായി നമ്മൾ കമ്പനി കൂടും. ഇന്റർപേഴ്സണൽ ഹോളി റിലേഷൻഷിപ്പ്, ആന്തരിക വൈയക്തിക വിശുദ്ധ ബന്ധം സ്ഥാപിക്കാനുള്ള വലിയ വ്യഗ്രത നമ്മുടെ അകത്ത് വരും. കാരണം എന്താ? എന്റെ ദൈവം ഇരിക്കുന്ന സ്ഥലത്തെ കുറിച്ചുള്ള ഒരു അറിവ് കിട്ടിയാൽ. ഒരു വാക്ക് മാത്രം ഞാൻ പറയാം. ദൈവത്തിന്റെ വിശുദ്ധിയും ദൈവത്തിന്റെ മഹത്വവും നിറഞ്ഞു നിൽക്കുന്ന സ്വർഗാദി സ്വർഗങ്ങളിലാണ് എന്റെ ദൈവം ഇരിക്കുന്നത്. അവിടേക്ക് നമുക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ, ഒന്നുകൂടെ നിർമ്മലീകരിക്കാൻ യേശു പറഞ്ഞല്ലോ. അത് കൃത്യമായി യോഹന്നാനത് എടുത്തു പറഞ്ഞല്ലോ. അത് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഉറക്കെ പറയാം, ആ സ്വർഗത്തിന് എനിക്കൊന്ന് ചെന്ന് ചേരണം. അതിന്റെ ഒരു ചരിത്രം, എന്റെ ജീവിതം എത്ര വേണമെങ്കിലും വിശുദ്ധീകരിക്കാൻ ഞാൻ തയ്യാറാണ്, ജീവിതം ഒരുക്കിയെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളവർ കൈയൊന്ന് ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, ഈ ക്ലാസ്സിൽ അങ്ങയുടെ വിശുദ്ധീകരിക്കുന്ന ആ സ്വർഗങ്ങളിൽ ദൈവത്തിന്റെ വിശുദ്ധിയും മഹത്വവും നിറഞ്ഞു നിൽക്കുന്ന സ്വർഗങ്ങൾ, അങ്ങനെ എഴുതിയിരിക്കുന്നേ, ദേവവാചകം എഴുതിയിരിക്കുന്നത്. ആ സ്വർഗങ്ങൾ നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അവിടേക്കാണ് പോകാൻ നമ്മൾ കാത്തിരിക്കുന്നത് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? പോകും എന്ന് ഉറപ്പുള്ളവർ കൈയൊന്ന് ഉയർത്തി പിടിച്ചാട്ടെ. ദൈവത്തിന്റെ വിശുദ്ധിയും മഹത്വവും നിറഞ്ഞു നിൽക്കുന്ന സ്വർഗാദി സ്വർഗങ്ങളിൽ പോകും, എന്നെ കൊണ്ടുപോകും ഒന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കൈ ഒന്ന് ഉയർത്തി ഒരു 5 ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞു. അവസാനത്തെ ഹല്ലേലൂയ വന്നപ്പോൾ ഏതാണ്ട് ആരോഗ്യക്കുറവ് വന്ന പോലെ പോരാ. 5 ഹല്ലേലൂയ നെഞ്ചു വിരിച്ച് ശക്തമായി എല്ലാവരും പറഞ്ഞാരെ, പാസ്റ്റർമാരും എല്ലാവരും അല്ലേ, ഒന്ന് പറഞ്ഞേട്ടെ. ആമേൻ. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ അല്ലേ. നമ്മൾ ചെന്ന് ചേരുന്ന സ്ഥലം ഏതാ? ലോകത്തിലെ ഉയരം കൂടിയ ബുർജ് ഖലീഫാണോ ഇപ്പോൾ ഉള്ളത്? പണിതുകൊണ്ടിരിക്കുന്നത് വേറെ? അവിടേക്കാണോ? അതൊക്കെ കത്തി എരിഞ്ഞ് ചാമ്പലാകാൻ പോകുക. എന്നാൽ നമ്മൾ പറയുന്ന സ്വർഗരാജ്യം, ബാസിലിയാറ്റോ ഊറാനോൻ അഥവാ സ്വർഗങ്ങളാകുന്ന രാജ്യം, അത് ദൈവത്തിന്റെ വിശുദ്ധി നിറഞ്ഞതാണ്, ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞതാണ്, അത് നിത്യമാണ്. ആ സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. ആനന്ദമുള്ളവർ ഉറക്കെ പറഞ്ഞാട്ടെ, ഞാൻ അവിടേക്ക് വരികയാണ് കർത്താവേ, അങ്ങനെ കൊണ്ടുപോകണമേ. ആഗ്രഹമുള്ളവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ടെ.
കുവൈറ്റിലെ വലിയൊരു ചർച്ചിലെ കൺവെൻഷൻ വെച്ചു. അതിന് പ്രസംഗിക്കാൻ 4 ദിവസം ക്ഷണിച്ചു. അവർ ബാക്കി ഉള്ള 30 ദിവസത്തിനുള്ളിൽ പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്തു. ആ 30 ദിവസം ഞാൻ അവിടെ പ്രസംഗിച്ച് തിരിച്ചു പോന്നു. അപ്പൊ അതിനിടയ്ക്ക് എൻ്റെ അടുത്തൊരു സഹോദരൻ വന്ന് പറഞ്ഞു, ഇവിടെ ഉയരമുള്ള ഒരു കെട്ടിടം കൊണ്ട് കാണണോന്ന് ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നപ്പോൾ അതൊരു ഗ്ലോബാണ്. കുറെ ഉയരം ചെല്ലുമ്പോൾ ഒരു ഗ്ലോബ്, അതിനകത്തൊരു വലിയ ഹോട്ടലാണ്. 300 പേർക്ക് ഇരിക്കുന്ന ഹോട്ടല്. അത് കറങ്ങുന്ന ഹോട്ടലാണ്. അത് കഴിഞ്ഞ് വേറൊരു ഗ്ലോബാണ്. അപ്പൊ ആ കറങ്ങുന്ന ഹോട്ടലിൽ കയറണമെങ്കിൽ പെർമിഷൻ വേണം. അപ്പൊ എന്നെ കൊണ്ടുപോയ ആള് നേരിട്ട് ഡയറക്ടർക്ക് ടെലക്സ് മെസ്സേജ് കൊടുത്തു. ഒരാളിങ്ങനെ വന്നിട്ടുണ്ട്, അനുവാദം കിട്ടി. ഞങ്ങൾ കയറിയപ്പോൾ ആ ദൈവദാസൻ എന്നോട് പറയാണ്, ഇവിടെയാണ് ഇന്ദിരാഗാന്ധി ഇരുന്നതെന്ന്. മനസ്സിലായോ? പാസ്റ്റർ ഒന്ന് ഇരുന്നോടാൻ. എത്ര പേർക്ക് മനസ്സിലായി? അപ്പൊ ഇന്ദിരാഗാന്ധി ഇരുന്ന സ്ഥലത്ത് എന്നെ ഇരുത്താനുള്ള ആ വലിയ വ്യഗ്രത, സ്റ്റാൻഡേർഡായ ആളുകൾ ഇരുന്നിടത്ത് ഒന്നിരിക്കണം. ഇത് ആ വിലയിലല്ല, അത് കത്തിത്തീരുന്നതാണ്. കത്തിത്തീരാത്ത നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളിൽ അവന്റെ ഒപ്പമിരിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവിടേക്ക് എനിക്കൊന്ന് പോകണമെന്ന് താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ 1 മിനിറ്റ് മുഖവരിയിൽ നിന്ന് അകത്തേക്ക് ഒന്ന് കടക്കാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. ഈ മുഖവര ഒന്നുകൂടെ വിശദീകരിക്കാം, ശ്രദ്ധിക്കൂ. 20 കാര്യങ്ങൾ വരുന്നു. അത് ഈ പ്രപഞ്ചം നിലനിൽക്കുമ്പോൾ കത്തി തീരുന്നത് വരെ വരുന്നത് 17 ഉള്ളൂ. തീർന്നാൽ 3 കാര്യങ്ങൾ വരും. ആ 3 കാര്യങ്ങളൊന്ന് പറയാം, സംശയം വേണ്ട. ഏതൊക്കെയാണെന്ന് അറിയാമോ? ന്യൂ ഹെവൻസ്, ഉറക്കെ പറഞ്ഞേ. ന്യൂ എർത്ത്, ഉറക്കെ പറയൂ. ന്യൂ ജെറുസലേം. ഇവ കത്തിത്തീർന്നാൽ പിന്നെ ആഗതമാകുന്നത് പുതിയ സ്വർഗങ്ങളും പുതിയ ഭൂമിയും പുതിയ യെരൂശലേമുമാണ്. ആമേൻ. ഇനി അടുത്ത കാര്യം അറിയണ്ടേ? ആ പുതിയതിൽ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ, പിതാവിനോടുകൂടെ, പരിശുദ്ധാത്മാവിനോടുകൂടെ ഒരു നിത്യത മുഴുവൻ ചെലവഴിക്കുമെന്ന് ഉറപ്പുള്ളവരെല്ലാം കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ഒരു നിത്യത മുഴുവൻ ആ പുതിയതിൽ ചെലവഴിക്കാൻ പോകുകയാണ്. ആ പുതിയതിൽ ചെലവഴിക്കാൻ പോകുകയാണ്. ആ പുതിയതിൽ ചെലവഴിക്കാൻ പോകുകയാണ്. ആ പുതിയതിൽ ചെലവഴിക്കാൻ പോകുകയാണ്. വിശ്വാസമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ആ പുതിയതിൽ ചെലവഴിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇവിടെ കുറെക്കൂടെ നിങ്ങളുടെ അകത്ത് ഈ കാര്യങ്ങൾ ചിത്രം തെളിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ 2 കാര്യങ്ങൾ കള്ളനെ പോലെ വരും. ഒന്ന് പറഞ്ഞേ ഉറക്കെ. ആ 2 കാര്യങ്ങളെ കുറിച്ച് തുടക്കം പറയാം. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ തെളിവായി വരും അല്ലേ? ഒന്ന് എടുക്കാം നമുക്ക്. എല്ലാവരും ഒന്ന് എടുത്തേ. ഒരൊറ്റ അധ്യായത്തിൽ തന്നെ ഈ 2 കാര്യങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ടെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? കള്ളനെ പോലെ വരുന്ന കാര്യമുണ്ടല്ലോ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരൊറ്റ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ ആദ്യം തന്നെ യഹോവയുടെ ദിവസം എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്കൊന്ന് പഠിക്കാം. യോവേൽ പുസ്തകം എടുത്താട്ടെ, 2-ാം അധ്യായം 28 മുതൽ ഒന്ന് വായിക്കാം. 2:28 മുതൽ. യോവേൽ 2:28 മുതൽ. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അടുത്തത്, ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. രക്തവും തീയും പുകത്തൂണും തന്നെ. അടുത്തത്, യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ. അടയാളങ്ങൾ പഠിക്കുന്നവർ അറിഞ്ഞിരിക്കുന്ന ചില പ്രയോഗങ്ങളാണ് വരും മുമ്പേ ഉള്ള അടയാളങ്ങൾ. യഹോവയുടെ ദിവസം വരും മുമ്പേ
ഉള്ള അടയാളം. ഇത് പത്രോസ് പ്രസംഗിക്കുമ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. എടുക്കാം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം മുതൽ. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. അടുത്തത്, ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. അടുത്തത്, രക്തവും തീയും പുകയാവിയും തന്നെ. നെക്സ്റ്റ്. കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായി മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ ഇവിടെ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. യഹോവയുടെ വലുതും പ്രസിദ്ധവുമായ നാൾ ഏതാണെന്നാ പത്രോസ് പറയുന്നത്? കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ. ആമേൻ. അപ്പൊ യഹോവയുടെ ദിവസം വരുന്നു എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവിന്റെ ദിവസം വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞെല്ലാവരും. യഹോവയുടെ ദിവസം വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിന്റെ ദിവസം വരുന്നു. അപ്പൊ യഹോവയും കർത്താവും ഒന്നാണോ എന്ന ചോദ്യത്തിന് ആദ്യം തന്നെ പറയട്ടെ, യേശു കർത്താവിനെ യഹോവ എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളവർ കൈയൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം നമുക്ക്. ഇപ്പോൾ ദൈവശാസ്ത്ര മേഖലയല്ല എന്നതുകൊണ്ട് ഒറ്റ വാക്കിൽ നിർത്തുന്നു. യഹോവ എന്ന് ക്രിസ്തുവിനെ വിളിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ വാക്യങ്ങൾ 30 ഉണ്ട്. സ്തോത്രം. അത്രയും പറഞ്ഞ് അവിടെ നിർത്തട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. യഹോവയുടെ ദിവസം വരുന്നു, അത് കർത്താവിന്റെ ദിവസം വരുന്നതാണ്. ഇനി ആ 3 കാര്യങ്ങളെ ഒരുമിച്ചൊന്ന് പറയാൻ പോകുകയാണ്. 2 കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത്. യഹോവയുടെ ദിവസം, യഹോവ, കർത്താവിന്റെ ദിവസം, കർത്താവ്. ഇനി ഒരുമിച്ചൊന്ന് വായിക്കാം. വായിച്ചാട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ് 3 കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നത് പറയുന്നത്. വായിക്കാം. ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും എങ്ങനെ വരുന്നു? എങ്ങനെ വരുന്നു? അവർക്ക് പറഞ്ഞു. ക്രോധത്തോടും അതികോപത്തോടും കൂടിയാണ് വരുന്നത്. 13-ാം അധ്യായം 5-ാം വാക്യം വായിച്ചാട്ടെ. ദേശത്തെയൊക്കെയും നശിപ്പിപ്പാൻ. ആ വാക്യം ഞാൻ വായിപ്പിച്ചത് എന്തിനാണെന്ന് പറയണ്ടേ? അതിന് ഇംഗ്ലീഷ് ഞാനൊന്ന് വായിക്കാം. They come from a far country, from the end of the heaven, even the Lord and the weapons of his indignation to destroy the whole land. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഞാൻ വായിച്ചത് ഫ്രം ഫാർ കൺട്രി. ദേശം എന്നല്ല പഠിക്കേണ്ടത്. അതിന് എബ്രായ പറയുന്നില്ല. എബ്രായ ഭാഷയ്ക്ക് ഒരു ചെറിയ മുഖവുര കർത്താവിന്റെ ദാസനെ എഴുതി എന്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൂരെയുള്ള രാജ്യം ഏതാണ്? നിങ്ങൾ നന്നായി പഠിച്ചാൽ അറിയാം. സ്വർഗങ്ങളാണ് രാജ്യം. ബാസിലിയാറ്റോ ഊറാനോൻ, സ്വർഗങ്ങളാണ് രാജ്യം. അപ്പൊ യേശു എവിടുന്ന വരുന്നത്? പ്രൈസ് ദി ലോർഡ്. യഹോവ എവിടുന്ന വരുന്നേ? സ്വർഗങ്ങളിൽ നിന്നാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. എവിടെ നിന്ന്? പിതാവിരിക്കുന്ന സ്വർഗങ്ങളാകുന്ന രാജ്യത്തിൽ നിന്നാണ് വരുന്നത്. ആമേൻ. അപ്പൊ ഒന്നിവിടെ കിട്ടി. യഹോവയാകുന്ന കർത്താവ് സ്വർഗങ്ങളാകുന്ന രാജ്യത്തിൽ നിന്ന് വരുന്ന കാര്യം ഇവിടെ യെശയ്യാവ് പറഞ്ഞിട്ടുണ്ട് എന്നുറപ്പുള്ളവർ കൈയൊന്ന് ഉയർത്താൻ പറ്റുമോ? അപ്പൊ അതിന് തെളിവ് കിട്ടാത്തത് കൊണ്ടാണ് കൈ ഉയർത്താൻ പറ്റാത്തത്. 63-ാം അധ്യായം എടുക്കും നിങ്ങൾ എല്ലാവരും. ഏതാണ് ആ സ്ഥലം എന്ന് ഒരു വാക്ക് ഇതിനോട് ബന്ധപ്പെട്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വായിച്ചാട്ടെ. അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിക്കണം. സ്വർഗത്തിൽ നിന്ന് നോക്കി വിശുദ്ധിയും മഹത്വവുമുള്ള നിന്റെ വാസസ്ഥലത്ത് ഒരു ആമേൻ പറയാൻ എത്ര പേർക്ക് കടാക്ഷിക്കണം. സ്വർഗം നിർമ്മലമല്ലെന്ന് ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് സ്വർഗത്തിൽ നിർമ്മലതയില്ല എന്ന് പഠിപ്പിക്കുന്ന സ്റ്റാൻഡേർഡ് ആളുകളുണ്ട്. അത് വേറെ സ്വർഗ. അതുകൊണ്ട് ഒറ്റ വാക്ക് പറയാൻ തെറ്റിദ്ധാരണ മാറാൻ, നിത്യമായ ദൈവത്തിന്റെ വിശുദ്ധിയും മഹത്വവും നിറഞ്ഞു നിൽക്കുന്ന സ്വർഗാദി സ്വർഗങ്ങൾ വേറെ.
എന്നാൽ രണ്ടാമത്തേത് ബൈബിൾ എഴുതിയിരിക്കുന്നു അസീത്ത എന്ന പദം. അതനുസരിച്ച് നിങ്ങൾ നെഹമ്യാവ് വായിച്ചാൽ അറിയാം, സ്വർഗങ്ങളും സ്വർഗാദി സ്വർഗങ്ങളും എന്റെ ദൈവം നിർമ്മിച്ചു. ബൈബിൾ എഴുതിയിരിക്കുന്ന വാക്കാണ്. സ്വർഗങ്ങളും സ്വർഗാദി സ്വർഗങ്ങളും നിർമ്മിച്ചു. അതെല്ലാം കത്തിത്തീരും. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധിയും മഹത്വവും നിറഞ്ഞിൽക്കുന്ന നിത്യമായ സ്വർഗാദി സ്വർഗങ്ങൾ കത്തിത്തീരില്ല. അവിടെ നിന്നാണ് യേശു വരുന്നത്. ആ രാജ്യത്തിൽ നിന്നാണ് വരുന്നത്. ആ രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് വരുന്നത് എന്നറിയുന്നവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആ രാജ്യം ഒന്ന് പോയി കാണണമെന്ന് ആഗ്രഹമുള്ളവർ കൈ ഒന്ന് ഉയർത്തി പിടിച്ച്. സ്വർഗങ്ങളാകുന്ന രാജ്യം ഒന്ന് പോയി കാണണം. അത് ആഗ്രഹമുള്ളവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ടെ. അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കുമെന്ന് എസ്കറ്റോളജി നോട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിത്യത മുതൽ നിത്യത വരെ ഒരു പുസ്തകം. ആ പുസ്തകം ഇറക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് പഠിക്കാൻ കഴിയും. പ്രൈസ് ഗോഡ്. ഞാൻ തിരിച്ചു വരുന്നു. യെശയ്യാവ് 13 പറയുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ വീണ്ടും കൊണ്ടുവരികയാണ്. വായിക്കാം. തെറ്റിദ്ധാരണ ഇപ്പോൾ എല്ലാവർക്കും മാറും. 13:5 മുതലാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വായിച്ചാട്ടെ 5-ാം വാക്യം വീണ്ടും. ദേശത്തെയൊക്കെയും നശിപ്പിപ്പാൻ ദൂരദേശത്തു നിന്നും ആകാശത്തിന്റെ അറ്റത്തു നിന്നും യഹോവയും അവന്റെ കോപത്തിന്റെ ആയുധങ്ങളും വരുന്നു. അടുത്തത് യഹോവയുടെ ദിവസം അപ്പൊ സമീപിച്ചിരിക്കുന്നുണ്ട്. എന്തൊക്കെ വരുന്നുണ്ട്? യഹോവ വരുന്നുണ്ട്, യഹോവയുടെ ദിവസം വരുന്നുണ്ട്, കോപത്തിന്റെ ആയുധങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന അടുക്കിനെന്ന് പറഞ്ഞ എല്ലാവരും യഹോവ വരുന്നു, യഹോവയുടെ ദിവസം വരുന്നു, കോപത്തിന്റെ ആയുധങ്ങൾ വരുന്നു. സഹോദരിമാരെന്ന് പറഞ്ഞ എല്ലാവരും ഉറക്കെ. സഹോദരന്മാരെ, വരുന്നു, ദിവസം വരുന്നു, കോപം. ഇവിടെ വന്നപ്പോൾ ഒരു ശകല എനർജി കുറഞ്ഞ പോലെ എന്റെ വലത്തെ കൈയുടെ സ്വാധീനമേ അന്ന് കണ്ടുള്ളൂ. പോരാ, എനർജി ആയിട്ട് സഹോദരന്മാർ നല്ല ശക്തത്തിൽ എന്ന് പറഞ്ഞേ. അതുകൊണ്ട് ആദ്യം പറഞ്ഞതനുസരിച്ച് മാർക്കിട്ട് തരികയാണ്. സഹോദരിമാർക്ക് 100-ൽ 96 മാർക്ക് കൊടുക്കുകയാണ്. സഹോദരന്മാർക്ക് അത്രയും കൊടുക്കാൻ പറ്റില്ല. 50-ൽ 48 കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്നറിയാമോ? അവരെ കൂടാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അതല്ലേ കർത്താവിന്റെ പ്രമാണം. അതുകൊണ്ട് ഞാൻ അവരൊന്ന് പതുക്കെ താങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ. ആ കൂട്ടത്തിലല്ലേ ഞാനും. എത്ര പേർക്ക് മനസ്സിലായി? ആർ യു റെഡി ടു സ്റ്റഡി? പഠിക്കാൻ തയ്യാറുള്ളവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ അല്പം കൂടെ ഉയർന്നു വരുന്നു നിങ്ങളുടെ ചിന്തകൾ. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. യഹോവ വരുന്നു, യഹോവയുടെ ദിവസം വരുന്നു, കോപത്തിന്റെ ആയുധങ്ങൾ വരുന്നു. അപ്പൊ എത്ര കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നു? 3 കാര്യങ്ങൾ. യഹോവ വരുന്നത് എങ്ങനെയാണെന്ന്, യേശു വരുന്നത് എങ്ങനെയാണെന്നും യഹോവയുടെ ദിവസം വരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ 2 കാര്യം പഠിച്ചല്ലേ. അത് ഏതുപോലെയാ വരുന്നേ? കള്ളനെ പോലെ വരികയാണ്. ഒന്നിച്ചൊന്ന് പറഞ്ഞല്ലേ വരും. യഹോവയുടെ ദിവസം വരുന്നത് കള്ളനെ പോലെ. അതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? 2 കാര്യങ്ങൾ പഠിച്ചില്ലേ? കള്ളനെ പോലെ വരുന്ന വരവിൽ എന്തൊക്കെയുണ്ട്? യഹോവയുടെ ദിവസമുണ്ട്. ആ വരവിൽ 2 കാര്യങ്ങൾ കൂടെ ചേർത്ത് പഠിച്ചു. കോപത്തിന്റെ ആയുധങ്ങൾ ആ വരവിലുണ്ട്, യഹോവയുടെ ദിവസം ആ വരവിലുണ്ട്. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ ഇന്ന് നടക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ സംഭവങ്ങൾ ഒടുക്കത്തെ ദിവസത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് വരികയാണെന്ന് ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച. ഞാൻ അടുക്കിന് പറയുമ്പോൾ നിങ്ങൾ ഗ്രഹിച്ചെങ്കിലേ മറ്റേ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ, അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകുകയുള്ളൂ. ഞാനിപ്പോ ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ അകത്ത് കയറണം. സഹോദരന്മാരും സഹോദരിമാരും എന്റെ കൂടെ ഒരുമിച്ച് പറഞ്ഞോളൂ. ക്ലാസ് അല്ലേ? പ്രൈസ് ഗോഡ്. യഹോവ വരുന്നു, കള്ളനെ പോലെ വരുന്നു. ആ കൂട്ടത്തിൽ എന്തൊക്കെ വരുന്നു? അടുത്തത് കോപത്തിന്റെ ആയുധങ്ങൾ വരുന്നു. K.O. തോമസ് കോപിച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന ഒരു ദൈവദാസൻ വന്ന് ഇടത്തെ കൈ ഒന്ന് പിടിച്ചാൽ കോപമൊക്കെ കഴിഞ്ഞു. എത്ര പേർക്ക് മനസ്സിലായി? എന്നെ അറിയുന്നവർക്ക് എല്ലാം മനസ്സിലായി. തലവടി അച്ചായം വന്നാൽ എന്റെ ഇടത്തെ കൈ ഒറ്റ പിടുത്തം പിടിച്ചാൽ പിന്നെ എന്റെ പരിപാടി കഴിഞ്ഞു, കോപമൊക്കെ അവസാനിച്ചു. എന്നാൽ
യഹോവ കോപിച്ചാൽ ചരിത്രം ഇളകുമെന്നറിയുന്നവർ എത്ര പേരുണ്ട്? ഈ നാടിനോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ കുടുംബത്തിൽ യഹോവ കോപത്തോടെ വരാതെ ദയോടെ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. കോപത്തോടെ വരുന്നത് നശിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നാൽ കൃപയോടെ വരുന്നത് നിന്നെ നശിപ്പിക്കാനല്ല, നിന്നെ ചേർത്ത് പിടിക്കാനാണ് വരുന്നതെന്ന് അറിയുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചെന്ന് പറയും. ആ വരവാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടത്. ആ വരവാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വരേണ്ടത്. ആ വരവാണ് നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് വരേണ്ടത്. ആ വരവാണ് നമ്മുടെ സഭയിലേക്ക് വരേണ്ടത്. അങ്ങനെ ആഗതമാകാൻ ആഗ്രഹിക്കുന്നവർ, ഈ ചരിത്രത്തിൽ താല്പര്യമുള്ളവർ ഉറക്കെ പറ, ആ കൃപയാലുള്ള വരവ്, കൃപയോടുകൂടിയ വരവ് എന്റെ വീട്ടിലൊന്ന് കാണണം, എന്റെ വീടിനൊരു വിടുതൽ കാണണം എന്നാഗ്രഹിക്കുന്നവർ ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ. ഇതോടുകൂടെ ചേർത്ത് പറഞ്ഞെങ്കിലേ പറ്റൂ. ഈ ക്ലാസ് 6 മാസം എടുക്കേണ്ട ക്ലാസ്സാണ്. മുഖവര ഇന്ന് നാളെ തീരില്ല, എങ്കിലും അതിന്റെ ആശയം നിങ്ങളുടെ അകത്ത് കിട്ടണ്ടേ? ഒന്ന് വായിച്ചേ മോനെ. യെശയ്യാവ് 30:27. ജസ്റ്റ് എല്ലാവരും ഒന്ന് വായിച്ച്. യെശയ്യാവ് 30:27 വായിക്കാം. ഇതാ കോപം ജ്വലിച്ചും കനത്ത പുക പുറപ്പെടുവിച്ചും കൊണ്ട് യഹോവയുടെ നാമം ദൂരത്തു നിന്ന് വരുന്നു. എന്ത്? യഹോവയുടെ നാമം. അപ്പൊ 4ാമത്തെ കാര്യമായി. ഈ 4 കാര്യം ഒന്നിച്ചൊന്ന് പറഞ്ഞ് ഉറക്കെ പറയൂ, ഒന്നിച്ച് പറയൂ. യഹോവ വരുന്നു, യഹോവ വരുന്നു, അത് കള്ളനെ പോലെ വരുന്നു. അങ്ങനെ പറഞ്ഞോളൂ എല്ലാവരും, അപ്പൊ എളുപ്പമുണ്ട് പഠിക്കാൻ. ഉറക്കെ പറഞ്ഞേ, യഹോവ വരുന്നു, കള്ളനെ പോലെ വരുന്നു. 2, യഹോവയുടെ ദിവസം വരുന്നു, കള്ളനെ പോലെ. അത് കള്ളനെ പോലെ എന്നാണോ? അത് കർത്താവിന്റെ ദിവസം എങ്ങനെ വരുന്നെന്ന വായിച്ച് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. പത്രോസ് പറഞ്ഞത് കർത്താവിന്റെ ദിവസം കള്ളനെ പോലെയാണ് വരുന്നത്. ചിന്തിക്കുക. അപ്പൊ നമുക്ക് ഒന്നിച്ചെന്ന് പറയാം. ആദ്യം തന്നെ യെശയ്യാവിൽ നമുക്ക് എടുക്കാമല്ലേ 4 കാര്യങ്ങൾ. ഏതൊക്കെയാണ്? യഹോവ വരുന്നു, യഹോവയുടെ ദിവസം വരുന്നു, ഇത് രണ്ടും വരുന്നത് എങ്ങനെ വരുന്നു? കള്ളനെ പോലെ. ആഹാ, ഒരു ആമേൻ പറയാൻ സന്തോഷമുണ്ടോ? ഉണ്ടോ? കള്ളൻ വരുന്നത് എന്തിനാണെന്ന് ഞാൻ പിന്നെ വിശദീകരിക്കാം ബൈബിൾ അടിസ്ഥാനത്തിൽ. അല്ലാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ എത്ര വീടുകളിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സ്തോത്രം അല്ലേ? അപ്പൊ നമ്മുടെ കർത്താവ് വരുന്നു, കർത്താവിന്റെ ദിവസം വരുന്നു. 3ാമത്തത് എന്താ വായിച്ചത്? കോപത്തിന്റെ ആയുധങ്ങൾ വരുന്നു. കോപത്തിന്റെ ആയുധങ്ങൾ വരുന്നു. അതിന്റെ പുറകിൽ 72 സംഭവങ്ങൾ ചരിത്രം കാണാൻ പോകുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ നിലയിലുള്ള കോപത്തിന്റെ വരവ് എന്റെ വീട്ടിൽ ഈ ദിവസങ്ങൾ നടന്നാൽ, എന്റെ കുടുംബത്തിൽ നടന്നാൽ, എന്റെ ദേശത്ത് നടന്നാൽ, എന്റെ ചരിത്രത്തിൽ നടന്നാൽ, എന്റെ ബിസിനസ്സിൽ നടന്നാൽ, എന്റെ വിദ്യാഭ്യാസത്തിൽ നടന്നാൽ തരി കാണുകയില്ല. സംഭവം വളരെ വികലമാകും. എന്നാൽ കൃപയോടുകൂടി അവന്റെ കൃപ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നവർ ദൈവത്തിന്റെ ദയയ്ക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ, ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. കൃപ എന്ന വാക്കിന് 20 അർത്ഥതലങ്ങളെങ്കിലും ഉണ്ട് എന്ന് 200 ലീഡേഴ്സിന് ഒരു മീറ്റിംഗ് ചോദിച്ചപ്പോൾ 3 ദിവസം കൊണ്ട് 21.5 മണിക്കൂർ ഞാൻ പഠിപ്പിക്കുകയുണ്ടായി. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് പഠിപ്പിക്കണം എന്ന് തോന്നുന്നു. സ്തോത്രം. എന്താണ് കൃപ എന്ന് 2 വാക്ക് നിങ്ങൾക്കറിയാമല്ലേ? എന്താണ് കൃപ? അനർഹമായ സ്ഥാനത്ത് ദൈവത്തിന്റെ സീമാതീത ദയ എന്നോട് കാണിച്ചതാണ് കൃപ. ഉറക്കെ പറഞ്ഞെല്ലാവരും. അനർഹമായ സ്ഥാനത്ത് എന്റെ ദൈവത്തിന്റെ ദയ സീമാതീതമായി കാണിച്ചതാണ് കൃപ. അതാണ് ഒന്ന്. എന്നാൽ 2ാമത്തേത് പഠിക്കണം. നിങ്ങൾ 2ാമത്തേത് പഠിക്കണം. അർഹമായത് തരാത്തതാണ് കൃപ. നമുക്ക് അർഹമായത് തന്നാൽ കർത്താവിന്റെ ദാസന്റെ ഈ ചർച്ചിനകത്ത് ഒരൊറ്റെണ്ണം കാണില്ല. എല്ലാവരും കൂടി ഇല്ലേ? പിടികിട്ടിയില്ലേ? അർഹമായത് നമുക്ക് തന്നാൽ നമ്മൾ ആരും ഇവിടെ കാണില്ല. നാളെ KC ജോൺ പാസ്റ്റർ ഉണ്ടെങ്കിൽ ശവമടക്ക് ശുശ്രൂഷ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു.
ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? അവിടെയും നമ്മുടെ ചിന്ത വേണം. അർഹമായത് തരാതെ കൃപയാൽ എന്നെ സൂക്ഷിക്കുന്ന എന്റെ ദൈവത്തിന്റെ ദയയുടെ വലുപ്പം, സ്നേഹത്തിന്റെ വലുപ്പം ചിന്തിക്കുന്നവരെല്ലാം ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞ് ആരാധിച്ചാൽ. ഇത് പറയുമ്പോൾ കുറച്ചുകൂടെ അകത്തേക്ക് കിടക്കണം. 9-ാം വാക്യം എടുക്കും. 9-ാം വാക്യം ദയവായി വായിച്ചാട്ടെ. 9-ാം വാക്യം 30-9 സോറി 13-9 മോനെ, സോറി 13-9. ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടെ അതികോപത്തോടെയാണ് വരുന്നത്. ആ 3 ഒരുമിച്ചൊന്ന് പറഞ്ഞ എല്ലാവരും. ക്രൂരമായിട്ട് വരുന്നേ, ക്രോധത്തോടെ വരുന്നേ, അതികോപത്തോടെ വരുന്നേ. കള്ളനെ പോലെയുള്ള വരവിൽ യേശു വരുന്നത് കള്ളനെ പോലെയുള്ള വരവിൽ ആ കൂട്ടത്തിന് ഒരുമിച്ച് വരുന്ന കാര്യങ്ങൾ ചിന്തിച്ചെങ്കിലേ പുതിയ നിയമം പറയുന്ന വെളിപ്പാട് പുറത്തു വരികയുള്ളൂ. ഇവിടെ എന്ത് തർക്കമെന്നറിയാമോ? ഒരു ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാൻ പോവാ നമ്മള്. ഈസി ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ബന്ധനങ്ങൾ അഴിയും. ഈ പഠനം കഴിയുമ്പോൾ, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കെട്ടുകൾ പലതും അഴിഞ്ഞ് സന്തോഷിച്ചാണ് പോകുക എന്നറിയുന്നവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ. ഞാൻ അതിന്റെ തെളിവുകളും അടയാളങ്ങളൊക്കെ പറയാം. അതിനു മുമ്പ് സ്ട്രക്ചർ നിങ്ങളുടെ അകത്ത് കറക്റ്റ് കിട്ടണം. വായിക്കാം, ഒന്നുകൂടെ വായിച്ചേ. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. നമ്മൾ ഈ പറഞ്ഞ സ്ട്രക്ചർ വിടാതെ വായിച്ചു നോക്ക്. കറക്റ്റ് ആയിട്ട് വായിക്കും. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ വായിച്ചാട്ടെ. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും. 1 ഉറക്കെ പറഞ്ഞ്, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അതെങ്ങനെയാ വരുന്നേ? മത്തായി 24 എഴുതിയിരിക്കുന്നു, കള്ളനെ പോലെ അവൻ വരും. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? കള്ളനെ പോലെ അവൻ വരും. 2-ാം വാക്യം വായിച്ച മോനെ. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു. അപ്പൊ കർത്താവിന്റെ നാളും അടുത്തിരിക്കുന്നു, അതും വരുന്നു. സ്തോത്രം. ഇനി യെശയ്യാവ് വെച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ എത്ര കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എത്ര കാര്യങ്ങൾ വരുന്നുണ്ട്. 4 കാര്യങ്ങൾ വരുന്നുണ്ട്. 3 തൽക്കാലം ഒരുമിച്ച് പറയാം. 4-മത്തേത് വിശദമായി ഞാൻ പിന്നെ പഠിപ്പിച്ചു തരാം. ഒന്ന് വായിച്ച് 3 കാര്യങ്ങൾ ഏതൊക്കെയാ നിങ്ങളുടെ മനസ്സിൽ നിന്ന്. ഇനി പുസ്തകം നോക്കാതെ നിങ്ങൾ പറയണം 3 കാര്യങ്ങൾ യെശയ്യാവിൽ വരുന്നത് പഠിച്ചു. ഏതൊക്കെയാ? യഹോവ വരുന്നു, യഹോവയുടെ ദിവസം വരുന്നു. 3 സ്വഭാവങ്ങൾ വെച്ചുകൊണ്ട് ക്രൂരമായി, ക്രോധത്തോടെ, അതികോപത്തോടെ വരുന്നു. ആമേൻ. ആ വാക്ക് എല്ലാവരും ഒന്ന് പറഞ്ഞേ. ക്രൂരമായിട്ട് വരുന്നേ, കോപത്തോടെ അല്ല, ക്രോധത്തോടെ വരുന്നേ, അതികോപത്തോടെ. ഞാൻ ഈ പറയുന്ന ഒന്നുകൂടെ ശ്രദ്ധിച്ചെങ്കിലേ വെളിപ്പാട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുള്ളൂ. ഈ പറയുന്ന പദങ്ങളെല്ലാം നിങ്ങളുടെ അകത്ത് പതിക്കണം. അപ്പോൾ നിങ്ങൾ വെളിപ്പാടിൽ കയറുമ്പോൾ ഈസി ആയിട്ട് പഠിപ്പിക്കാം. 248 ക്ലാസ്സാണ് DBSൽ ഡൽഹി ബൈബിൾ സെമിനാരിയിൽ വെളിപ്പാട് പുസ്തകം ഞാൻ പഠിപ്പിച്ചത്. സ്തോത്രം. ആ സന്തോഷം എനിക്കുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് അത് മുഴുവൻ ഇപ്പൊ പഠിക്കാനുള്ള മട്ടിലാണ്. ഇപ്പൊ തന്നെ പഠിപ്പിച്ചു തരാം. KC ജോൺ പാസ്റ്റർ സമ്മതിക്കണമെന്ന് മാത്രം. ആമേൻ. ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഇന്ത്യയിലെ അനുഗ്രഹീത ദൈവദാസാണെന്ന് ഉറക്കെ പറയുന്നതിൽ ഒരു മടിയില്ല. ദൈവം അതിന്റെ അടിയിൽ ഒപ്പിടും. ഒറ്റ കള്ളം അതിനകത്ത് ചേർത്തിട്ടില്ല എന്ന കാര്യം ഉറക്കെ പറയട്ടെ. പ്രീസലോ. ഉറക്കെ പറയാണ്. ഉറക്കെ ഞാൻ പറയുന്നത് നിങ്ങളുടെ അകത്ത് കയറണം. ഉറക്കം വരുന്നുണ്ടെങ്കിൽ അവരെ കറക്കം മാറാൻ പറ്റിയ ഊറ്റൻ വാക്കാണത്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇനി ഉറക്കം വരുന്നവരൊക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ ബോധവാന്മാരാണെന്ന് ഉറപ്പായില്ലേ? പ്രൈസ് ലോർഡ്. നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കാര്യം ഞാൻ പറയുമ്പോൾ വെളിപ്പാട് അറിയുന്നവർക്ക് വേഗം മനസ്സിലാകും. അതിനു മുമ്പ് ഒരു കൊച്ചു കാര്യം കൂടെ പറഞ്ഞോട്ടെ. തെസ്സലോനിക്ക ലേഖനം എടുക്ക്. 2 തെസ്സലോനിക്ക ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം 1 നിർത്തി വായിക്കാൻ പോകുകയാണ്. ശ്രദ്ധിക്കുക. ഇനി സഹോദരന്മാരെ,
വായിച്ചെല്ലാവരും. ഇനി ഇനി സഹോദരന്മാരെ, സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഓർക്കെ പറഞ്ഞേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ചോദ്യം ഇതാണ്, യേശു ഇനി വരുന്നത് എവിടെ വരെ വരും? ഇനി നമ്മളെ ചേർക്കാൻ എവിടെ വരെ വരും? ഓർക്കെ പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞ വാക്ക് നല്ലതാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 3 സ്ഥലത്തും പഴയ നിയമത്തിൽ 3 സ്ഥലത്തുമാണ് മധ്യാകാശമുള്ളത്. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മെസൗറാനീമ മെസൗറാനമെറ്റി എന്ന 2 വാക്കാണ് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുള്ള മധ്യാകാശം എന്ന വാക്ക് നല്ലതാണ്. പക്ഷെ അവിടെ അല്ല യേശു വരുന്നേ, അയേറയിലാണ് യേശു വരുന്നത്. ഒന്ന് ഉറക്കെ പറഞ്ഞ്. വിഷമായോ നിങ്ങൾക്ക്? ഞാൻ ബൈബിള് വായിച്ചു തരാം, സമയമില്ലാത്തതുകൊണ്ടാ. മെസൗറാനീമ മെസൗറാനമെറ്റി എന്ന സ്ഥലത്തല്ല യേശു വരുന്നത്, അതാണ് മധ്യാകാശം. എന്നാൽ അയേറയിലാണ് യേശു വരുന്നത്. ഉറക്കെ പറഞ്ഞേ. പണ്ടൊരു പിതാവ് എഴുതി വെച്ചു, അയാറിൽ ഞാൻ കണ്ടിടും ദൂത സേനകളെ, അയാറിൽ ഞാൻ കണ്ടിടും, അയാറിൽ ഞാൻ കണ്ടിടും. ഉറപ്പുണ്ടെങ്കിൽ കൈയൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ ഉറക്കെ പറയാം. നമുക്ക് ഇതിവിടെ നിർത്തി പറയണം, എങ്കിലേ കാര്യം മനസ്സിലാകും. യേശു ഇനി വരുന്നത് 1 തെസ്സലോനിക്കർ 4:13 മുതൽ 17 വരെ വായിച്ചാൽ 11 വിഷയങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എത്ര വിഷയങ്ങളാ? നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വരണം. എത്ര വിഷയങ്ങളാ? 11 വിഷയങ്ങൾ. അതിൽ വരുന്ന വരവ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാ വരുന്നത്, ഏത് വിധത്തിലാണ്, ഈ 11 കാര്യങ്ങൾ പറഞ്ഞുതരാം. പക്ഷെ ഇവിടെ അറിയേണ്ട കാര്യം, യേശു എവിടെ വരെ വരും? ശ്രദ്ധിച്ചേ. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനം. അപ്പൊ എവിടെ വരെ വരുന്നില്ല? നമ്മുടെ അടുക്കിലേക്ക് വരുന്നില്ല. ശ്രദ്ധിച്ചോ, നമ്മുടെ സമാഗമനം അവന്റെ അടുക്കിലേക്കാ. എവിടേക്കാ? അപ്പൊ ഭൂമിയിൽ യേശു വരുന്നില്ല. ഇവിടെയാണ് അയേറയിൽ വരുന്ന വരവിന്റെ അടയാളങ്ങൾ എന്തൊക്കെയുണ്ട്. സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുന്നു, എടുത്താട്ടെ. യോഹന്നാൻ 14-ാം അധ്യായം വളരെ ഭംഗിയായിട്ട് നമുക്കൊന്ന് പഠിക്കാം. യോഹന്നാൻ 14-ാം അധ്യായം എടുത്താട്ടെ. അതിന്റെ 2-ാം വാക്യം ആദ്യം വായിക്കണം, എന്നിട്ട് 28-ാം വാക്യം കൂടെ വായിക്കണം. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അതെ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കുമെന്നാ, നിങ്ങളുടെ അടുക്കൽ വരുമെന്നല്ല. സ്തോത്രം. എന്ന് 28-ാം വാക്യം വായിച്ചു നോക്കി നിങ്ങൾ. 28-ാം വാക്യം, ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും. അത് വേറെയാ. ഞാൻ പോകുന്നു, നിങ്ങളുടെ അടുക്കൽ വരുന്ന വരവ് വേറെയാണ്. ഞാൻ പോകുന്നു, നിങ്ങളെ എന്റെ അടുക്കിലേക്ക് ചേർക്കുന്നത് വേറെയാണ്. ഇത് രണ്ടാണെന്ന് മനസ്സിലായവർ ഒന്ന് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ട്. അപ്പൊ വളരെ എളുപ്പത്തിൽ ഈ കാര്യം പറഞ്ഞുതരാം. ഇനി തെസ്സലോനിക്ക ലേഖനം വായിക്കും, അപ്പൊ നമുക്ക് എളുപ്പം പിടികിട്ടും. 2:1 മുതൽ വായിച്ചാട്ട്. 2:1 മുതൽ. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കിലേക്ക് നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് 1 മിനിറ്റ് കൊണ്ട് നോക്കിയെല്ലാവരും. അവന്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനം. അപ്പൊ യേശു വരുന്നത് അയേറയിൽ, അവിടേക്ക് നമ്മൾ പോകുകയാണ്. നമ്മൾ അങ്ങോട്ട് പോകുകയാണ്. എടുക്കപ്പെടുമെന്നും രൂപാന്തരപ്പെടുമെന്നും ഒക്കെ ഉറപ്പുള്ളവർ മാത്രം കൈ ഉയർത്തി 4 ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. ആ വരവിന്റെ അടയാളങ്ങൾ 1, 2, 3 എന്നിങ്ങനെ അടുക്കിന് പറയാൻ സന്തോഷമുണ്ട് എനിക്ക്. ഇപ്പോൾ നിങ്ങൾ ഒരു രംഗത്ത് എത്തിയെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞിട്ടില്ല. അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചാൽ 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ച്. കർത്താവിന്റെ നാൾ
അടുത്തിരിക്കുന്നു അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഒരുമിച്ചാ വരുന്നേ. Praise the Lord. നേരത്തെ നമ്മൾ പഠിച്ചു എന്തൊക്കെ ഒരുമിച്ച് വരുന്നുണ്ട്. 3 കാര്യങ്ങൾ ഒരുമിച്ചെന്ന് പറഞ്ഞേ. യഹോവ കള്ളനെ പോലെ വരുന്നു, യഹോവയുടെ ദിവസം കള്ളനെ പോലെ വരുന്നു, കോപത്തിന്റെ ആയുധങ്ങളും വരുന്നു. അത് വരുന്ന സമയത്ത് ഇങ്ങോട്ട് നോക്കൂ, സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ അടുക്കിൽ നിന്ന് അത് വരുമ്പോൾ ക്രിസ്തു ഇവിടെ എത്തുന്നില്ല, അയറയിലാണ്. അവിടേക്ക് നമ്മൾ അങ്ങോട്ട് എടുക്കപ്പെടുക. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ആരംഭിക്കുന്നത് യഹോവയുടെ ദിവസം, കർത്താവിന്റെ ദിവസം. 72 ഭീകര സംഭവങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ പരീക്ഷാ കാലത്തിൽ നമ്മൾ ഇവിടെ ഇല്ല, മഹാകഷ്ടത്തിൽ നമ്മൾ ഇവിടെ ഇല്ല. ആ കഷ്ടം ഇവിടെ നൃത്തം വയ്ക്കുമ്പോൾ നമ്മൾ അവന്റെ അടുക്കൽ നൃത്തം വയ്ക്കുകയാണ് എന്നറിയുന്നവർ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ ഹല്ലേലൂയ. ഒന്നിച്ചൊരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒന്നിച്ചൊരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? അടുക്കിന് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആമേൻ. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചേ. നമ്മൾ മഹാഘട്ടത്തിൽ കൂടെ കടന്നു പോകുമോ? പോകില്ല. എന്നാണ് വെളിപ്പാടിൽ എഴുതിയിരിക്കുന്നത്. ദൈവം അനുവദിച്ചാൽ അടയാളങ്ങൾ പറയുമ്പോൾ വിശദമായി ഞാൻ പറയാം. ഇവിടെ പറയുന്നത് അതിന്റെ മുഖവരിയാണ്. രാജ്യം ഭൂമിയിൽ വരുമ്പോൾ അടയാളങ്ങൾ വേറെ, യേശു ക്രിസ്തു അയേറയിൽ വരുമ്പോൾ അടയാളങ്ങൾ വേറെ, യഹോവയുടെ ദിവസം ആരംഭിക്കുന്നതിന്റെ അടയാളങ്ങൾ വേറെ. ആമേൻ. ഇത് പഠിക്കുമ്പോൾ പത്രവും മാധ്യമങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ അറിയാതെ സ്വത്രം പറഞ്ഞു പോകും. ബഹുമാനപ്പെട്ട ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാവ് പറഞ്ഞ വാക്കുകൾ അറിയാതെ ഞാൻ സ്തോത്രം പറഞ്ഞു. അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് കോടതികൾ പറയുന്ന വാക്കുകൾ അറിയാതെ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഞാൻ പിന്നെ നാളെ സമയോചിതമായി തെളിയിക്കാം. പക്ഷെ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞങ്ങൾ ഇന്ന് പോകുന്നില്ല. KC ജോൺ സാറിന്റെ അനുവാദം ഞങ്ങൾ വാങ്ങിച്ചോളാം. ഇതങ്ങ് തുടരും സാറേ, അറിയട്ടെ ഞങ്ങൾ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ, ചിരി കണ്ടാൽ നമ്മുടെ KC ജോൺ സാറിന് സമ്മതിക്കാതിരിക്കാൻ പറ്റാത്ത സന്ദർഭം വന്നിരിക്കുക. എന്നാൽ ബുദ്ധിയോട് നമ്മൾ ചെയ്യണമല്ലോ അല്ലേ? നാട്ടുകാരും കൊണ്ട് കേട്ടുകൊണ്ടിരിക്കല്ലേ? അവിടെ സമയം കൊണ്ട് വിലപ്പെട്ടതല്ലേ? നമ്മുടെ എല്ലാവരുടെയും സമയം വിലപ്പെട്ടതല്ലേ? ഒരേ ഒരു ചോദ്യം ഞാനിവിടെ ചോദിച്ചോട്ടെ. ചോദ്യം ഇതാണ്, ഒന്നിച്ച് നിങ്ങൾ പറയണം. എത്ര കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നു, എത്ര കാര്യങ്ങൾ കള്ളനെ പോലെ വരുന്നു? കറക്റ്റ്. 3 കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നു. ഏതൊക്കെയാണ്? കർത്താവിന്റെ ദിവസം, കർത്താവ്, കോപത്തിന്റെ. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വന്നാൽ ഇതെല്ലാം തെളിവായ വാക്യങ്ങൾ കിടക്കുന്നുണ്ട്. യഹോവയുടെ ദിവസം വരുന്നു, യഹോവയുടെ കോപത്തിന്റെ ആയുധങ്ങൾ വരുന്നു, യഹോവ വരുന്നു. ഇത് 3 ഒന്നിച്ച വരുന്നേ. പക്ഷേ 2 ചരിത്രത്തിൽ തുടരും, 1 ചരിത്രത്തിൽ തുടരില്ല. നമ്മൾ അക്കരെ പോകാൻ പോകുകയാ. ഇങ്ങോട്ട് നോക്കിയ നിങ്ങൾ, 2 ചരിത്രത്തിൽ തുടരും. ഇത് 3 ഒന്നിച്ചു വരും. ചരിത്രത്തിൽ 2 തുടരും. പക്ഷെ 1 തുടരില്ല. നമ്മൾ അക്കരെ പോകുമെന്ന് വിശ്വസിക്കുന്നവരെല്ലാം കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. ശക്തമായി കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഞങ്ങൾ അക്കരെ പോകാൻ പോകുകയാണ്. ഞങ്ങൾ അക്കരെ പോകാൻ പോകുകയാണ്. യഹോവയുടെ കോപ ദിവസത്തിൽ ഞങ്ങൾ ഇവിടെ ഇല്ല. ആ കോപത്തിന്റെ ആയുധങ്ങൾ ഇവിടെ ജ്വലിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇല്ല. അതിവിടെ ജ്വലിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇല്ല. അതിന്റെ എല്ലാ പ്രകടനങ്ങളും ഇവിടെ നടക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇല്ല. ഞങ്ങൾ യേശുവിന്റെ അടുക്കൽ, ഞങ്ങൾ പിതാവിന്റെ അടുക്കൽ പരിശുദ്ധാത്മാവിനോട് ഒരുമിച്ച് നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളിൽ ആയിരിക്കുമെന്ന് ഉറപ്പുള്ളവർ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഞാനൊരു കാര്യം കൂടെ തുടങ്ങി വെക്കാം. നിങ്ങൾ അറിയണ്ടേ മുഖവരി എന്താണെന്ന്? ഈറ്റുനോവ് എന്നൊരു വാക്ക് യേശു പറഞ്ഞു അല്ലേ? അതെവിടെയാ പറഞ്ഞത്? ഒലിവുമല പ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യം. ശ്രദ്ധിച്ചാട്ടെ. 9 വിധ ഈറ്റുനോവാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. എത്രയാ? സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം ഞാൻ പ്രിന്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ദൈവദാസനെ കൊണ്ടാണ്
അത് പ്രകാശനം ജയിച്ചത്. അതിനകത്ത് 9 ഈറ്റുനോവ് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ ഓസ്ട്രേലിയയിലായിരുന്ന എൻ്റെ ഒരു സ്റ്റുഡന്റ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ധനം കുറവുള്ളവർക്ക് വേണ്ടി സാർ ഒരു കാര്യം ചെയ്യേ, 650 രൂപയ്ക്ക് അത് കൊടുക്കും, ബാക്കി പൈസ ഞാൻ തരാം. അതിന് കാരണം ഇതിന്റെ എല്ലാ ധനവും പാവപ്പെട്ട കർത്തൃവേലക്കാർക്കാണ്. കെ.ഒ. തോമസിനോ എഡിറ്റ് ചെയ്ത ബിന്ദു സന്തോഷിനോ എഡിറ്റ് ചെയ്ത റെനീഷ് മാത്യു വന്നിട്ടുണ്ടെന്ന് എഴുന്നേറ്റ് നാട്ടെ. ഇപ്പോൾ അദ്ദേഹമാണ് എന്നെ കൊണ്ടുവന്നത് ഇവിടെ. ഞങ്ങൾക്ക് ആർക്കും ഇത് ഉപയോഗിക്കാൻ അനുവാദമില്ല, ഞങ്ങൾ ഉപയോഗിക്കുന്നുമില്ല. ഒരു പൈസ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. അത് പാവപ്പെട്ട ദൈവദാസന്മാർക്ക് കൊടുക്കുകയാണ് ഇതുവരെ. അതുകൊണ്ട് ആ പുസ്തകം നിങ്ങൾ വാങ്ങിച്ച് അത് നന്നായി വായിച്ചു പഠിക്കണം. അതിനകത്ത് 9 ഈറ്റുനോവ് എഴുതിയിട്ടുണ്ട്. അതിൽ ഇവിടെ പറയുന്ന ഈറ്റുനോവ് ആരംഭിക്കുന്ന എപ്പോഴാ? ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ പറയുന്ന ഈറ്റുനോവ് യഹോവയുടെ ദിവസം ആരംഭിക്കുമ്പോഴാണ്. അത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. എന്നൊക്കെ പറഞ്ഞേ, യഹോവയുടെ ദിവസം ആരംഭിക്കുമ്പോൾ ഈറ്റുനോവിന്റെ ആരംഭമാണ്. ഈറ്റുനോവ് തുടരും. ആ ലക്ഷണങ്ങൾ കൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു. ആമേൻ. ഈറ്റുനോവ് ആരംഭിക്കുമ്പോഴുള്ള 11 ലക്ഷണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 11 അത് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേ രീതിയിൽ തുടങ്ങുന്നുണ്ട്. അതിന്റെ ആരംഭമായോ? എങ്കിലൊരു കാര്യം ഓർത്തോളണം, ഈറ്റുനോവ് ആരംഭിക്കാൻ തുടങ്ങിയെങ്കിൽ ഈ കൺവെൻഷൻ, ഈ ക്ലാസ്, ഈ ചർച്ചിന്റെ ആരാധന അധികം തുടരുകയില്ല. അക്കരെയായിരിക്കും നമ്മളെന്ന് ഉറപ്പുള്ളവർ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. നമ്മൾ അക്കരെ പോകാൻ പോകുകയാണെന്ന് ഉറപ്പുള്ളവരെല്ലാം കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അടുക്കിന് എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞുതരാമോ? നിങ്ങൾക്കത് ഗ്രഹിച്ചോന്ന് അറിയണ്ടേ, മനസ്സിലായോന്ന് അറിയണ്ടേ അല്ലേ? അതല്ലേ ഒരു അധ്യാപകന്റെ ചുമതല. അങ്ങനെയല്ലേ വേണ്ടത്? പ്രൈസ് ഗോഡ്. ഞാന് സഹോദരന്മാരോട് ചോദ്യം, സഹോദരിമാരോട് ചോദ്യം വേർതിരിച്ച് പറയാൻ പോവുക. പ്രൈസ് ഗോഡ്. ഉത്തരം പറയുമ്പോൾ അതനുസരിച്ച് വേണ്ടേ മാർക്കിടാൻ. ആമേൻ. സഹോദരിമാർ ഒറ്റക്കെട്ടായിട്ട് പറയണം, സഹോദരന്മാർ കർത്തൃദാസന്മാർ ഒറ്റക്കെട്ടായി പറയണം. നമുക്കിനി വരാനുള്ളത് എത്ര കാര്യങ്ങളാണ്? ഇനി വരാനുള്ളത് ആകെ എത്ര കാര്യങ്ങളാണ്? സഹോദരിമാർ പറയണം. ഇവിടെയാണ് നമ്മൾ അതിന്റെ കൺക്ലൂഷൻ കറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ അപകടമുണ്ട്. ഇനി വരാനുള്ളത് 20 കാര്യങ്ങളാണ്. ഓർക്കെ പറഞ്ഞേ. അതിന് എത്രയായിട്ട് തിരിച്ചു സഹോദരന്മാരെന്ന് പറഞ്ഞേ. അതിൽ ആദ്യം വരുന്ന എത്ര കാര്യങ്ങളാ? വെരി ഗുഡ്. രണ്ടാമത് വരുന്ന എത്ര കാര്യങ്ങളാ? ആദ്യം വരുന്ന കാര്യങ്ങൾ ഏത് നിലവിൽ നിൽക്കുമ്പോഴാണ്? ഈ പ്രപഞ്ചം നിലവിൽ നിൽക്കുന്നത് വരെ 17 കാര്യങ്ങൾ വരും. ഇനി എല്ലാവരും ഒന്ന് പറഞ്ഞേ. അങ്ങനെയല്ല, പറഞ്ഞ കാര്യം അടുക്കിന് പറഞ്ഞെങ്കിൽ നാളെ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകൂ. കൃത്യമായി എല്ലാവരും പഠിക്കണം. ഉറക്കെ പറയാം. ഇനി എത്ര കാര്യങ്ങൾ നിലവിൽ വരും? 20 കാര്യങ്ങൾ വരും. അതെത്രയായി തിരിച്ചു? അതിൽ ആദ്യത്തെ 17 കാര്യങ്ങൾ എപ്പോൾ വരും? ഈ പ്രപഞ്ചം ഒന്ന് കാണിച്ചല്ലേ വരും. ഈ പ്രപഞ്ചം നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ. നല്ല ആക്ഷൻ കാണിച്ച് പ്രസംഗശാസ്ത്രം പഠിപ്പിക്കാൻ സൂപ്പർ സ്റ്റാറായി നമ്മുടെ മധ്യത്തിൽ ഇരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങളത് കാണിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടം വരില്ലേ? ഒന്ന് പറഞ്ഞേ. ഈ പ്രപഞ്ചം നിലവിലിരിക്കുമ്പോൾ 17 കാര്യങ്ങൾ വരും. സ്തോത്രം. ഈ പ്രപഞ്ചം കത്തി തീരുമ്പോൾ 6 സ്ഥലത്താണ് ഈ പ്രപഞ്ചം കത്തി തീരുന്നതിനെ കുറിച്ച്, ഭസ്മമാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 6 സ്ഥലത്താ. അത് പ്രപഞ്ചം തീരുമ്പോൾ പുതിയ പ്രപഞ്ചം വരും. എന്ത് വരും? അതിൽ എത്ര കാര്യങ്ങൾ ഇവിടെ ഇറങ്ങി വരിക? 3 കാര്യങ്ങൾ. അതേതൊക്കെയാ? പുതിയ സ്വർഗങ്ങൾ. ഞാൻ പറഞ്ഞൊന്ന് പഠിപ്പിക്കണം. ഒന്ന് പറഞ്ഞേ. പുതിയ സ്വർഗങ്ങൾ, പുതിയ ഭൂമി, പുതിയ യെരൂശലേം. അപ്പൊ ഏത് കാണുകയില്ല? ഈ പ്രപഞ്ചമേ കാണുകയില്ല. 239 രാഷ്ട്രങ്ങളില്ല. 193 രാജ്യങ്ങൾ, 2 കൂട്ടി 195 രാജ്യങ്ങൾ ഇവിടെ ഇല്ല. 4200 മതങ്ങൾ ഇവിടെ ഇല്ല. 102 ഇസങ്ങൾ ഇവിടെ ഇല്ല. ചരിത്രത്തിൽ പാർട്ടികളില്ല.
ആരുമില്ല, മനുഷ്യനില്ലാത്ത ഒരു വലിയ ദിവസം വരികയാ. ഒരു നല്ല ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. അതിനെ ദിവസം എന്ന് പറഞ്ഞ് ചുരുക്കാൻ പറ്റില്ല, നിത്യത എന്ന് പറഞ്ഞ് ഉയർത്തേണ്ടതാണ്. ആ നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കുമെന്ന് ഉറപ്പുള്ളവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ടെ. കാലമെല്ലാം കഴിയും, ഇന്ന് കാൺമതെല്ലാം അഴിയും. ഒരുമിച്ച് കാലം കാൺപതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും. ഒരുമിച്ച് പാടിയാട്ടെ. ദേവാരാധന കൈയടിച്ച് പാടുന്നതിന് വിരോധമുണ്ടോ? മറയോ നന്നായി കൈയടിച്ച് പാടിയാട്ടെ. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാധന നിത്യതയിൽ മറയോ. പ്രതിഫലം തന്നിടുവാ യേശുരാജൻ വന്നിടുവാ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ അധികം തീർന്നിടുവാ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ യാതികൾ തീർന്നിടുവാ. ഒടുവിൽ സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, 20 കാര്യങ്ങളിൽ 17 കാര്യങ്ങൾ ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന വരുന്നതിൽ ആദ്യം വരുന്ന എത്ര കാര്യങ്ങളാണ്? ഈ പ്രപഞ്ചം നിലനിൽക്കുമ്പോൾ ഇനി വരുന്ന ആദ്യം വരുന്ന എത്ര കാര്യങ്ങളാണ്? ആ 3 ഉറക്കെ എന്ന് പറഞ്ഞെല്ലാവരും. യഹോവ, ക്രിസ്തു വരുന്നു. ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞേ. അത് ശരിയാണോ എന്ന് ചോദിക്കാറുണ്ട്. എടുക്കാം, യെശയ്യാവിന്റെ പുസ്തകം 44:6. ദയവായി എടുത്താട്ടെ എല്ലാവരും. യെശയ്യാവിന്റെ പുസ്തകം 44:6. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ഇവിടെ എഴുതിയിരിക്കുന്നത് ഇസ്രായേലിന്റെ രാജാവാണ് യഹോവ. മത്തായി 1:49, മത്തായി 27:11 ഇസ്രായേലിന്റെ രാജാവ് യേശു ക്രിസ്തുവാണെന്ന് നഥനയേലും ക്രിസ്തുവും പറഞ്ഞിരിക്കുന്നു. എഴുതി വെച്ചോളൂ. യോഹന്നാൻ 1:49, പ്രൈസ് ദി ലോർഡ്. മത്തായി 27:11 നഥനയേലും ക്രിസ്തുവും പറഞ്ഞു ഇസ്രായേലിന്റെ രാജാവ് യേശു ക്രിസ്തുവാണെന്ന്. അപ്പൊ യഹോവ എന്നിവിടെ വിളിച്ചിരിക്കുന്നത് ആരെ പ്രതിയാണ്? യേശു ക്രിസ്തുവിനെ പ്രതിയാണ്. കഴിഞ്ഞിട്ടില്ല, താഴോട്ടൊന്ന് വായിച്ചു മോനെ. അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഞാൻ ആദ്യനും അന്ത്യനും എല്ലാവരും പറഞ്ഞാട്ടെ, തിരുവഴുത്തല്ലേ. ഞാൻ ആദ്യനും അന്ത്യനും. വെളിപ്പാടെടുത്ത് നിങ്ങൾ 1:17 എടുക്കൂ. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ആ, അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. അടുത്തത്. ഭയപ്പെടേണ്ട, യെസ്, ഞാൻ ആദ്യനും അന്ത്യനും ഒരു ജീവനുള്ളവനുമാണ്. ഹല്ലേലൂയ ഉറക്കെ പറയാൻ പറ്റുമോ? അപ്പൊ യെശയ്യാവ് 44:6 കാണുന്ന യഹോവ, ഇസ്രായേലിന്റെ രാജാവായ യഹോവ ആരാണ്? യേശു ക്രിസ്തു. നമ്മുടെ കർത്താവായ ഇച്ഛിതിൽ വന്ന സച്ചിദാനന്ദനായ അക്ഷയനായ രക്ഷകനാണ്. അവൻ ഇസ്രായേലിന്റെ രക്ഷകനാണ്, ജാതികളുടെ രക്ഷകനാണ്, അവൻ ലോകത്തിന്റെ രക്ഷകനാണെന്ന് ബൈബിളിൽ വ്യക്തമായി എഴുതിയതിനാൽ ആ രക്ഷകനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഉയർത്തുന്നത്. ഒരു ആമേൻ പറയാം നമുക്കല്ലേ? സന്തോഷത്തോട് ഹല്ലേലൂയ പറയാം. ഒരു പ്രാവശ്യം കൂടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി AK ആന്റണി അവർകൾ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുന്ന അന്ന് പാവപ്പെട്ട ഞാനും ഒരു മൂലയിൽ അവിടെ സ്റ്റേജിൽ ഇരിപ്പുണ്ടായിരുന്നു. പാർട്ടിക്കാരനായതുകൊണ്ടല്ല, തെറ്റിദ്ധരിക്കരുത്. ഒരു പാർട്ടിക്കാരോടും എനിക്ക് പ്രശ്നമില്ല. കാരണം ഇവർക്ക് എല്ലാവർക്കും നെട്ടലില്ല നിൽക്കാനായിട്ട്. അതല്ലേ എല്ലാവരും കൂട്ടുപിടിക്കുന്നേ. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർക്ക് നമ്മൾ കൂട്ടു നിൽക്കുകയാണ്, എല്ലാവരും കൂടി ചേർത്ത് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി. എത്ര പേർക്ക് മനസ്സിലായി? അന്ന് ആ സ്റ്റേജിൽ ഇരിക്കാൻ കാരണം അന്നത്തെ വിദ്യുച്ഛക്തി മന്ത്രിയുടെ PA എന്റെ ഉറ്റ സ്നേഹിതനും. അന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരു വലിയ മീറ്റിംഗിലുണ്ടായിരുന്നു.
വിദ്യുശക്തി മന്ത്രിയുടെ PA ആണ് ഉദ്ഘാടനം ചെയ്തത്. പാവപ്പെട്ട ഞാനായിരുന്നു അത് പ്രസംഗിച്ചത്. അദ്ദേഹത്തിന്റെ കാറിൽ ഞങ്ങൾ ഒന്നിച്ച് ഈ മീറ്റിങ്ങിന് ചെന്നിരിക്കുക. കേൾക്കണം, പോകുമ്പോൾ എത്ര വലിയ പുള്ളികളാണെന്ന് അറിയാമോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നോക്കിയേ നിങ്ങൾ, DSP, പിന്നെ തുടങ്ങി അങ്ങോട്ട് താഴോട്ട് കാണുന്നവരൊക്കെ കാരണം. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ എത്ര വലിയ ആളാ. എത്ര പേർക്ക് പിടികിട്ടിയെന്ന് അറിയില്ല. പിന്നെ ഞാൻ ചിന്തിച്ച്, ഞാൻ ഇരിക്കുന്നത് ആരുടെ കൂടെയാ? ആ വ്യക്തിയുടെ മഹത്വമാണ് എനിക്ക് ലഭിച്ചതെങ്കിൽ എന്റെ കർത്താവിന്റെ മഹത്വമാണ് എനിക്ക് ലഭിക്കുന്നത് എന്നുറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ. നമ്മൾ നമ്മിലേക്ക് നോക്കിയാൽ ഏതുമില്ല, കർത്താവിന്റെ കൂടെയാണെങ്കിൽ നമ്മൾ ഏതുമുണ്ട് എന്നറിയുമെന്ന് ഉറക്കെ പറയാം. ലോകരക്ഷകനായ ക്രിസ്തുവിനെ സ്നേഹിത, നിന്റെ രക്ഷകനായി സ്വീകരിക്കണം, നിന്റെ ജീവിതത്തിന്റെ രക്ഷകനായി സ്വീകരിക്കണം. സന്തോഷത്തോടെ ഹല്ലേലൂയ പറയാൻ പറ്റുമോ? എന്റെ മുമ്പിലുള്ള സമയം വളരെ പ്രധാനമാണ്. 5 മിനിറ്റ് കൊണ്ട് വലിയ തോതിൽ പറയേണ്ട ഒരു കാര്യം ചുരുക്കി പറയാം. ശ്രദ്ധിച്ചാട്ടെ. ഈ രക്ഷകനെ ഇന്നും 4200 മതങ്ങളിൽപ്പെട്ടവർ സ്വീകരിക്കാനുണ്ടെന്ന് അറിയുന്നവർ കൈയൊന്ന് ഉയർത്താൻ പറ്റുമോ? സ്വീകരിക്കാനുണ്ട്. ആ മതങ്ങളിൽപ്പെട്ടവർ സ്വീകരിക്കുന്നുണ്ട്. ആ മതക്കാർക്ക് അപ്പൊ എന്താ? ക്രിസ്തുവിനെ സ്നേഹമാണ്. ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. ക്രിസ്തുവിനെ സ്നേഹമാണ്. ആമേൻ. അത് ചിന്തിക്കുന്നവർ കൈ ഉയർത്തി പറയണം, ആ പ്രിയപ്പെട്ടവരെയും നമ്മൾ സ്നേഹിക്കണം. ആമേൻ. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന അവരെ നമ്മളും സ്നേഹിക്കണം. അവർക്ക് നമ്മുടെ സ്നേഹം കൂടെ കാണുവാനുള്ള കൃപ കെട്ടട്ടെ. യേശുവിന്റെ സ്നേഹവും ഇവിടെ പുത്തിടുന്നു. രക്ഷകനായ ക്രിസ്തുവിനെ ഉയർത്താം. രക്ഷകൻ വരാൻ പോകുകയാണ്. അവൻ വരുന്ന സമയത്ത് യഹോവയുടെ ദിവസം വരും, ഒപ്പം കോപത്തിന്റെ ആയുധങ്ങളും വരും. അതിന്റെ ആവശ്യം എന്താണ്? ഒരേ ഒരു പോയിന്റ് പറഞ്ഞു നിർത്താൻ പോകുകയാണ്. അവന്റെയും അവന്റെ വരവിന്റെയും അവന്റെ കൂടെ വരുന്ന വരവിന്റെയും എല്ലാം ലക്ഷ്യം, നിങ്ങൾ 36 ഭാഗം വായിച്ചാൽ 2 പ്രധാന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. എന്താണ്? ഒന്ന്, പനിഷ്മെന്റ്, അത് നീതിയുടെ സ്വഭാവം വെളിപ്പെടുത്തുക. 2, വിടുതൽ, അത് സ്നേഹത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുക. ഗുണഗണം. അപ്പൊ 2 ഗുണഗണങ്ങൾ, 2 ആട്രിബ്യൂട്ട്സ് വെളിപ്പെടുത്തുന്നതാണ് ഈ വരവെല്ലാം. അതിലൊന്ന് അഗപ്പെ, അല്ലെങ്കിൽ 2 ഫീലിയോ. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെളിപ്പെടുത്തുന്ന ഒന്നാമത്തെ ഏത്? വിടുവിക്കുന്നതാണ്. നാളെ തെളിയിക്കാം. 2, ന്യായം വിധിച്ച് ശിക്ഷിക്കുന്നതാണ്. ഇന്ന് രാത്രി കേട്ടപ്പെട്ട ഈ ദൂതന് മുൻപാകെ ന്യായം വിധിച്ച് ശിക്ഷിക്കുന്ന ഭാഗത്തേക്കോ അതോ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനത്തിൽ വിടുതൽ കിട്ടുന്ന ഭാഗത്തേക്കോ മാറി നിൽക്കാൻ ആഗ്രഹമുള്ളത്? ആമേൻ. വിടുതൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ കൈയൊന്ന് ഉയർത്തി പിടിച്ചാട്ടെ. കൈയൊന്ന് ഉയർത്തി പിടിച്ചാട്ടെ. കൈയൊന്ന് ഉയർത്തി പിടിച്ചാട്ടെ. ഈ വരവിൽ പനിഷ്മെന്റ് അനുഭവിക്കുന്ന ലക്ഷങ്ങൾ കാണാം. കാരണം എന്താ? അവനെ സ്വീകരിപ്പാൻ മനസ്സില്ല. അതല്ലേ യോഹന്നാൻ പറഞ്ഞേ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, അവനെ സ്വീകരിച്ച് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കൾ ആകാൻ അധികാരം കൊടുത്തിരിക്കുക. ഇതുവരെ അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി അത് വേണം. എനിക്ക് എന്റെ യേശുവിന്റെ മകനായി തീരണം, മകളായി തീരണം. മതം വിഷയമല്ല. മനുഷ്യനാണോ ഈ വലിയ രക്ഷകനെ സ്വീകരിക്കുക? എന്റെ ജീവിതത്തിൽ ഈ രക്ഷകനെ വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിൽ വാഴും എന്നുറപ്പുണ്ടെങ്കിൽ അവരെ ഓർത്ത് കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. 2, നിയമം ലംഘിക്കുന്നവർക്ക് ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ ലോകം അത് കാണാൻ പോകുകയാണ്. ലോകം അത് കാണാൻ പോകുകയാണ്. ഏറ്റവും വലിയ നിയമം ബൈബിളാണ്. ഏറ്റവും വലിയ നിയമം ബൈബിളാണ്. ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടായത് പോലും ബൈബിളിൽ നിന്നാണെന്ന് കൃത്യമായ രേഖ ഞാൻ നിങ്ങൾക്ക് തരാം. സ്തോത്രം. ഉറക്കെ ചിന്തിക്കാൻ പറയുക. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡായ ലോകമറിയുന്ന ഈ വലിയ നിയമത്തെ അനുസരിക്കുന്നതിന്റെ കാര്യമെന്താ? ദൈവം ഇത് നൽകിയത് കൊണ്ടാണ്, മഹാരാജാവ് ഇത് നൽകിയത് കൊണ്ടാണ്. ഞങ്ങൾ അനുസരിച്ച് അവന്റെ അടുക്കിലേക്ക് വരട്ടെ. അനുസരണക്കേട് ശിക്ഷ പ്രാപിക്കാൻ, ന്യായവിധി ഏൽക്കാൻ ഇനി ഞങ്ങളില്ല
എന്നുള്ളവരെല്ലാം കൈ ഉയർത്തി ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരുമിച്ച് കൈ ഉയർത്തി ദൈവത്തെ ആരാധിച്ചാട്ടെ. വേണ്ട വേണ്ട ന്യായവിധി വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ദൈവത്തെ ആരാധിച്ചാട്ടെ. ഞങ്ങൾക്കൊന്നു വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷകനെ വേണം. അവന്റെ അടുക്കൽ ചെല്ലണം, അവനെ കാണണം, പിതാവിനെ കാണണം. നിത്യവും മഹത്വവും ദൈവകൃപയും നിലനിൽക്കുന്ന പരിശുദ്ധാത്മാവുള്ള ആ നിത്യമായ രാജ്യത്തിൽ ഞങ്ങൾക്കും ചെല്ലണം. ഗാഡ് ബ്ലസ് യു.